സൗരയൂഥം. സൂര്യനും സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 8 ഗ്രഹങ്ങളും 5 കുള്ളൻ ഗ്രഹങ്ങളും 290ഓളം ഉപഗ്രഹങ്ങളും 13 ലക്ഷം ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും 4000ഓളം ധൂമകേതുക്കളും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ് നമ്മുടെ ഈ സൗരയൂഥം. ഭൂമിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. സൗരയൂഥത്തിൽ നമ്മുടെ ഭൂമിയെപ്പോലെ ഇത്രത്തോളം സവിശേഷതകൾ നിറഞ്ഞ ജീവനുള്ള മറ്റൊരു ഗ്രഹവും ഇല്ല എന്നും നമുക്കറിയാം. എന്നാൽ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിലുള്ള സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കറിയാമോ? അതെല്ലാം നമ്മൾ അറിയാൻ പോവുകയാണ്. സൂര്യനെയും സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെയും എല്ലാം നമ്മൾ വളരെ വിശദമായി തന്നെ അറിയാൻ പോവുകയാണ്. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുടെയും അവയുടെ ഉപഗ്രഹങ്ങളുടെയും കോടിക്കണക്കിന് വരുന്ന ഉൽക്കകളുടെയും വാൽനക്ഷത്രങ്ങളുടെയും എല്ലാം നിലനിൽപ്പിന് കാരണം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ 99.8% അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. ബാക്കിയുള്ളതിൽ പകുതി മാസം വ്യാഴം ഗ്രഹത്തിൻ്റേതുമാണ്. അതായത് സൗരയൂഥത്തിൽ മിച്ചമുള്ള സകല വസ്തുക്കളും കൂട്ടിച്ചേർത്താലും മൊത്തം മാസിൻ്റെ 0.1% മാത്രമേ ആകുന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ ഈ ഗ്രഹങ്ങളെ എല്ലാം അപേക്ഷിച്ച് സൂര്യൻ എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സൂര്യൻ പിറവിയെടുക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രകാശവർഷത്തിൻ്റെ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്ന വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ നെബുലയിൽ നിന്നുമാണ് ഈ സൂര്യനും സൗരയൂഥവും രൂപപ്പെടുന്നത്. ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് വ്യാപിച്ചു കിടന്നിരുന്ന ഈ പൊടിപടലങ്ങളും വാതകങ്ങളും ഗുരുത്വാകർഷണ ബലം മൂലം ഒന്നിച്ചു ചേരാൻ തുടങ്ങി. അങ്ങനെ പ്രകാശവർഷത്തോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഈ നെബുലയുടെ വലിപ്പം കുറയാൻ തുടങ്ങി. അതിലെ 99.8% പദാർത്ഥങ്ങളും മധ്യഭാഗത്തേക്ക് കൂടിച്ചേർന്നു. അവിടെ സമ്മർദ്ദം വർദ്ധിച്ചു. കാലങ്ങൾ കഴിയുന്തോറും അമിത സമ്മർദ്ദം മൂലം പദാർത്ഥങ്ങളെല്ലാം ഞെരിഞ്ഞമർന്ന് ഫ്യൂഷൻ റിയാക്ഷൻ എന്ന പ്രക്രിയ ആരംഭിച്ചു. അങ്ങനെയാണ് സൂര്യൻ പിറവിയെടുക്കുന്നത്. മിച്ചമുണ്ടായിരുന്ന 0.2% വാതകങ്ങളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും രൂപം പ്രാപിക്കുകയും അവ സൂര്യനെ വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സൗരയൂഥം രൂപം കൊണ്ടു. സൂര്യൻ്റെ ജീവിതചക്രത്തെ പ്രധാനമായും 4 ഘട്ടങ്ങളായി തിരിക്കാം. സൂര്യൻ പിറവിയെടുക്കുന്ന സമയമാണ് പ്രോട്ടോസ്റ്റാർ. ചിതറിക്കിടക്കുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും കൂടിച്ചേർന്ന് ഒരു നക്ഷത്രം രൂപമെടുക്കാൻ തുടങ്ങുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ കൂടിച്ചേരുന്ന പൊടിപടലങ്ങൾക്ക് മധ്യത്തിൽ ഫ്യൂഷൻ റിയാക്ഷൻ ആരംഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സൂര്യൻ ജനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം. അടുത്ത ഘട്ടത്തിൻ്റെ പേര് മെയിൻ സീക്വൻസ് എന്നാണ്. മധ്യഭാഗത്തുള്ള ഹൈഡ്രജൻ കണികകളെല്ലാം കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന ഘട്ടമാണിത്. മധ്യഭാഗത്ത് നടക്കുന്ന ഈ ഫ്യൂഷൻ റിയാക്ഷൻ്റെയും അതിശക്തിയായ ഗുരുത്വാകർഷണ ബലത്തിൻ്റെയും ഫലമായി ഈ ഘട്ടത്തിലാണ് സൂര്യൻ രൂപം കൊള്ളുന്നത്. സൂര്യനടക്കം പ്രപഞ്ചത്തിലെ സകല നക്ഷത്രങ്ങളും നിലനിൽക്കാനുള്ള പ്രധാന കാരണം അവയുടെ മധ്യഭാഗത്ത് നടക്കുന്ന ഈ ഫ്യൂഷൻ റിയാക്ഷനാണ്. ഈ ഫ്യൂഷൻ റിയാക്ഷനിൽ നിന്നും പുറത്തു വരുന്ന ഊർജം സൂര്യനെ പുറത്തേക്ക് നിരന്തരമായി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മധ്യഭാഗത്തേക്കുള്ള അതിശക്തമായ ഗുരുത്വാകർഷണ ബലം സൂര്യൻ്റെ പുറംപാളിയെ അകത്തേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്യുന്നു. ഈ ഫ്യൂഷൻ റിയാക്ഷൻ മൂലമുണ്ടാകുന്ന ഊർജവും സൂര്യൻ്റെ ഗുരുത്വാകർഷണ ബലവും തുല്യമായി നിൽക്കുന്നത് കൊണ്ടാണ് സൂര്യൻ അടക്കമുള്ള നക്ഷത്രങ്ങളെല്ലാം അതേപോലെ നിലനിൽക്കുന്നത്. എന്നാൽ ഈ സന്തുലിത അവസ്ഥ കാലങ്ങൾ കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന ഊർജത്തിൻ്റെ അളവ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പഠനങ്ങൾ പറയുന്നത് സൗരയൂഥത്തിൻ്റെ ഉത്ഭവ സമയത്ത് സൂര്യൻ ഇന്നത്തേതിനേക്കാൾ വളരെയധികം ചൂട് കുറവായിരുന്നു എന്നും ഇനിയും കാലങ്ങൾ കഴിയുന്തോറും സൂര്യൻ്റെ ചൂട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും എന്നുമാണ്. ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സൂര്യൻ്റെ ചൂട് അമിതമായി വർദ്ധിച്ച് ഭൂമിയിലെ ജലമെല്ലാം വറ്റി വരണ്ട് ഭൂമി ഒരു മരുഭൂമി പോലെയാകും. ഇന്ന് കാണുന്ന ഒരു ജീവനും നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയായി മാറും. അന്നും മനുഷ്യരാശി ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയാകുന്നതിനും ഒരുപാട് മുന്നേ തന്നെ മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ കണ്ടെത്തിയവൻ ഈ ഭൂമി ഉപേക്ഷിച്ചു പോകും. സൂര്യൻ്റെ ചൂട് ഇങ്ങനെ വർദ്ധിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും? സൂര്യനടക്കമുള്ള സകല നക്ഷത്രങ്ങൾക്കും ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ധനം ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ്റെ അളവ് കുറയും തോറും സൂര്യൻ്റെ മധ്യഭാഗത്ത് ഗുരുത്വാകർഷണ ബലം മൂലം മർദ്ദം കൂടുതലായി അനുഭവപ്പെടും. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റും കൂടും. അങ്ങനെ അവിടെ നിന്നും പുറപ്പെടുന്ന ഊർജം വളരെ കൂടുതലായിരിക്കും.
അതുകൊണ്ടാണ് സൂര്യനും സൗരയൂഥവും രൂപപ്പെട്ട ആ കാലഘട്ടത്തെക്കാളും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുന്തോറും സൂര്യൻ്റെ ഊർജം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ സീക്വൻസ് എന്ന ഈ കാലഘട്ടത്തിലൂടെയാണ്. 14 ലക്ഷം കിലോമീറ്ററാണ് സൂര്യൻ്റെ വ്യാസം. പ്രപഞ്ചത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള നക്ഷത്രങ്ങളിൽ മഞ്ഞക്കുള്ളൻ അഥവാ യെല്ലോ ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ്റെ ഉപരിതല താപനില 5000 ഡിഗ്രി സെൽഷ്യസിലും മുകളിലാണ്. എല്ലാ നക്ഷത്രങ്ങളിലെയും എന്ന പോലെ തന്നെ സൂര്യനുള്ളിലും നിറഞ്ഞു കിടക്കുന്നത് പ്ലാസ്മ തന്നെയാണ്. ഖരം, ദ്രാവകം, വാതകം ഇവ മൂന്നും പദാർത്ഥങ്ങളുടെ വ്യത്യസ്ത അവസ്ഥകളാണ് എന്ന് നമുക്കറിയാം. ഈ 3 അവസ്ഥകൾ മാത്രമേ നമ്മൾ അധികം കണ്ടിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം പ്ലാസ്മ രൂപത്തിലാണ്. ഖരവസ്തു ചൂടായി കഴിയുമ്പോൾ ദ്രാവകമായി മാറുന്നു. ദ്രാവകം വീണ്ടും ചൂടാക്കി കഴിയുമ്പോൾ അത് വാതകമായി മാറുന്നു. ഈ വാതകം വീണ്ടും അമിതമായ ടെമ്പറേച്ചറിൽ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ പ്ലാസ്മയായി മാറുകയാണ്. പ്ലാസ്മ അവസ്ഥയിലെത്തണമെങ്കിൽ വളരെ കൂടിയ ടെമ്പറേച്ചർ അത്യാവശ്യമാണ്. സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പുറംഭാഗത്തുള്ള വളരെ കട്ടി കുറഞ്ഞ പ്ലാസ്മയെ കാണുവാൻ സാധിക്കും. അതിനെ സൂര്യൻ്റെ കൊറോണ എന്നാണ് വിളിക്കുന്നത്. ഈ കൊറോണയ്ക്ക് ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകളോളം ആഴമുണ്ട്. എങ്കിലും ഈ കൊറോണയുടെ സാന്ദ്രത വളരെ കുറവാണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷവുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും ഒരുപാട് സാന്ദ്രത കുറവാണ് സൂര്യൻ്റെ കൊറോണയ്ക്ക്. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ അമിതമായ തീവ്രത മൂലം സാധാരണ നമുക്ക് ഈ കൊറോണയെ കാണുവാൻ സാധിക്കില്ല. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ പുറം ഭാഗമായ കൊറോണയിലെ താപനില 30 ലക്ഷം ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ്. സൂര്യനിൽ നിന്നും സാധാരണ സോളാർ വിൻഡ് അഥവാ സൗരക്കാറ്റ് വരാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സൗരക്കാറ്റ്? സൂര്യനിൽ നിന്നും നിരന്തരം പ്ലാസ്മ പുറത്തേക്ക് വരാറുണ്ട്. സൂര്യൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്ലാസ്മയുടെ അളവിനനുസരിച്ച് കൊറോണയിൽ നിന്നും പ്ലാസ്മയും റേഡിയേഷനും ബഹിരാകാശത്തേക്ക് പോകും. ഇതാണ് സോളാർ വിൻഡ് അഥവാ സൗരക്കാറ്റ്. സാധാരണ തീവ്രത കുറവായ ഈ പ്രതിഭാസം എല്ലാ ഗ്രഹങ്ങളെയും തന്നെ സ്പർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സൗരക്കാറ്റിനെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഭൂമിയുടെ ശക്തിയേറിയ കാന്തിക മണ്ഡലമാണ്. സൂര്യനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും സൂര്യൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുമായി സൂര്യൻ്റെ സമീപത്തേക്ക് നമ്മൾ ബഹിരാകാശ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. അതുവഴി കണ്ട കാഴ്ചകളെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. 2011 സൂര്യൻ്റെ പ്രതലത്തിൽ ഒരു സൗര തിരമാല കണ്ടെത്തി. അതേ വർഷം തന്നെ സൂര്യൻ്റെ പ്രതലത്തിൽ സംഭവിച്ച പ്ലാസ്മയുടെ അതിമനോഹരമായൊരു പൊട്ടിത്തെറിയും ചിത്രീകരിച്ചു. പിന്നീട് ഏറ്റവും ശക്തമായ പ്രകാശത്തിൻ്റെ വലിയൊരു ഫ്ലാഷ് കണ്ടു. സൂര്യനിൽ നിന്നും ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡുകൾ പുറന്തള്ളുമ്പോഴാണ് ഇതുപോലെ മനോഹരമായ ഫ്ലാഷുകൾ ഉണ്ടാകുന്നത്. സൂര്യൻ്റെ പ്രതലത്തിൽ കാണുവാൻ സാധിച്ച അതിമനോഹരമായൊരു സോളാർ ലൂപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൂര്യനിൽ സോളാർ ലൂപ്പ് ഉണ്ടാകാനുള്ള കാരണം അതിശക്തമായ ചൂടിൽ സൂര്യനിലെ പ്ലാസ്മ നീരാവിയായി മുകളിലേക്ക് ഉയരുകയും പിന്നീട് അത് തണുത്ത് താഴേക്ക് വീഴുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ സൂര്യൻ്റെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് മൂലം അതിന് പൂർണ്ണമായും താഴെ വീഴാൻ സാധിക്കുകയുമില്ല. അതാണ് സോളാർ ലൂപ്പ്. പിന്നീട് സൂര്യൻ്റെ പ്രതലത്തിൽ സംഭവിച്ച വലിയൊരു പൊട്ടിത്തെറി അതിമനോഹരമായി പകർത്തിയെടുത്തു. അങ്ങനെ സൂര്യനിൽ നടന്ന പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു. സൂര്യനിൽ കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ CME എന്നൊരു പ്രവർത്തനം നടക്കാറുണ്ട്. അതായത് സൂര്യനിൽ നിന്നും ഒട്ടും ഭാരമില്ലാതെ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് പോകും. അത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കും. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി അത് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യും. സൂര്യനിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം 11 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സൈക്ലിക് ആക്ടിവിറ്റീസാണ്. അതായത് ഓരോ 11 വർഷങ്ങൾ കൂടുമ്പോഴും ഈ പ്രവൃത്തികളെല്ലാം വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. ഹവായിൽ സ്ഥാപിച്ചിട്ടുള്ള ശക്തിയേറിയ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിലൂടെ നമ്മൾ നിരന്തരം സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ടെലസ്കോപ്പ് ചിത്രീകരിച്ച സൂര്യൻ്റെ ചിത്രമാണിത്. ഇതാണ് സൂര്യൻ്റെ യഥാർത്ഥ പ്രതലം. ഫോട്ടോസ്ഫിയർ എന്നാണ് ഈ പ്രതലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് ഫോട്ടോണുകൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഫോട്ടോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സൂര്യൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുമാണ് നമ്മിലേക്ക് സൂര്യപ്രകാശം എത്തുന്നത്. ഈ ടെലസ്കോപ്പിലൂടെ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂര്യനിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ശാസ്ത്രജ്ഞന്മാർക്ക് പ്രവചിക്കാൻ സാധിച്ചു. ഭീകരമായ ഒരു പൊട്ടിത്തെറി സംഭവിച്ച് സൂര്യനിൽ നിന്നും വലിയ തോതിൽ സോളാർ ഫ്ലെയിം പുറത്തു വരും എന്ന് അവർക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോസ്ഫിയർ എന്ന പ്രദേശമാണ് ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
എന്നാൽ ഈ ടെലസ്കോപ്പിലൂടെ ക്രോമോസ്ഫിയറിനെ വരെ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചിത്രമാണ്. ഒരുപാട് സൂം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ വലിപ്പം ഒന്ന് കുറച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ വിചിത്രമായൊരു ചിത്രമാണ്. ഒരുപാട് കല്ലുകൾ പ്രത്യേക തരത്തിൽ അടക്കി വെച്ചിരിക്കുന്നത് പോലെ വളരെ വ്യത്യസ്തമായൊരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചെറിയ കല്ലുകൾ പോലെ തോന്നിക്കുന്ന ഓരോ ഭാഗത്തിൻ്റെയും വലിപ്പം 1600 കിലോമീറ്ററുകളോളമാണ്. സോളാർ ഓർബിറ്റർ എന്ന സൂര്യൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഓർബിറ്റർ ചിത്രീകരിച്ച വളരെ വിചിത്രവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു പ്രതിഭാസമുണ്ട്. സോളാർ ഹീൽ ഷോക്ക് എന്നറിയപ്പെടുന്ന ആ പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രതിഭാസത്തിന് എന്താണ് കാരണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നാളിതുവരെ നമുക്ക് സാധിച്ചിട്ടേയില്ല. സൂര്യനിൽ ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്ന പ്രദേശത്തിന് ഏകദേശം 25,000 കിലോമീറ്ററോളം വലിപ്പമുണ്ട്. സോളാർ ഹീൽ ഷോക്കിലൂടെ പുറത്തേക്ക് വരുന്ന വാതകങ്ങളുടെ താപനില എന്നത് 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ്. സൂര്യൻ്റെ ദക്ഷിണ ധ്രുവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പ് ഫയർ എന്ന് പേരിട്ടിരിക്കുന്ന സൂര്യനിൽ സംഭവിക്കുന്ന വളരെ വിചിത്രമായ മറ്റൊരു പ്രതിഭാസമാണിത്. സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡുകൾക്കുണ്ടാകുന്ന വ്യതിയാനം മൂലമാണ് സൂര്യനിൽ ഈ ഒരു വിചിത്രമായ പ്രതിഭാസം സംഭവിക്കുന്നത്. നാസയുടെ പാർക്കർ സോളാർ പ്രോബും ESAയുടെ സോളാർ ഓർബിറ്ററുമാണ് സൂര്യൻ്റെ ഏറ്റവും സമീപത്തെത്തിയിരിക്കുന്ന പേടകങ്ങൾ. സൂര്യൻ്റെ ഏറ്റവും സമീപത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കുന്ന അത്രത്തോളം അടുത്ത്. ഇവയിൽ പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ കൊറോണയും കടന്ന് ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതിനേക്കാളും സോളാർ വിൻഡ് രൂപം കൊള്ളുന്ന രീതിയെക്കുറിച്ചും സൂര്യനിൽ നിന്നും പുറത്തു വരുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചുമെല്ലാമാണ് ഈ പേടകം പഠിക്കുന്നത്. ഈ ഒരു ദൗത്യത്തിലൂടെയാണ് സൗരക്കാറ്റിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സൂര്യനിൽ നിന്നും വെറും 77 ലക്ഷം കിലോമീറ്റർ മാത്രം അകലെ നിന്നുകൊണ്ട് സോളാർ ഓർബിറ്റർ പകർത്തിയ സൂര്യൻ്റെ മനോഹരമായ ചിത്രമാണിത്. ഈ 2 പേടകങ്ങൾ കൂടാതെ വേറെയും പേടകങ്ങളെ സൂര്യൻ്റെ സമീപത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവയൊന്നും കൂടാതെ നമ്മുടെ ISROയുടെ ആദിത്യ L1ഉം ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള 1-ാം ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യനെ ഇന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതും സൂര്യൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നതും സൗരയൂഥത്തിലെ 1-ാമത്തെ ഗ്രഹമായ മെർക്കുറി എന്ന ബുധനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ ഗാനിമേഡിനേക്കാളും സാറ്റേണിൻ്റെ ഉപഗ്രഹമായ ടൈറ്റനേക്കാളും വലിപ്പം കുറവ്. 4879 കിലോമീറ്റർ മാത്രമാണ് മെർക്കുറിയുടെ വ്യാസം. നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ്റെ വ്യാസം 3475 കിലോമീറ്ററുകളാണ്. അതായത് ചന്ദ്രനേക്കാൾ ഒരല്പം കൂടെ മാത്രം വലിപ്പം. മാത്രമല്ല പ്രത്യക്ഷത്തിൽ നമ്മുടെ ചന്ദ്രൻ്റെ അതേ രൂപം തന്നെയാണ് മെർക്കുറിക്കും. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഗ്രഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. സൂര്യൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നുകൊണ്ട് മെർക്കുറിയെ നിരീക്ഷിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രഭാതത്തിലും സന്ധ്യാനേരത്തും മാത്രമേ നമുക്ക് ബുധനെ നേരിട്ട് നിരീക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം ബുധൻ സൂര്യൻ്റെ പ്രകാശത്തിൽ മങ്ങിപ്പോകുന്നത് കൊണ്ട് നേരിട്ട് നിരീക്ഷിക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ സൂര്യഗ്രഹണ സമയത്ത് സൂര്യപ്രഭ കുറവായതിനാൽ ബുധനെ നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കും. മെർക്കുറി സൂര്യനെ പരിക്രമണം ചെയ്യുന്ന സ്ഥാനമാണ് മെർക്കുറിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുന്നത്. സൂര്യനിൽ നിന്നും വെറും 58 മില്യൺ കിലോമീറ്റർ മാത്രം അകലത്തിലാണ് മെർക്കുറി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ അതിശക്തിയേറിയ റേഡിയേഷനെയും ശക്തിയുള്ള ചൂടിനെയും താങ്ങാൻ സാധിക്കുന്ന ബഹിരാകാശ പേടകങ്ങൾക്ക് മാത്രമേ മെർക്കുറിക്ക് സമീപത്തേക്ക് പോകുവാൻ സാധിക്കൂ. നാളിതുവരെ 2 പേടകങ്ങൾ മാത്രമാണ് ബുധൻ്റെ സമീപത്തേക്ക് അയച്ചിട്ടുള്ളത്. 1973 നാസ വിക്ഷേപിച്ച മറൈനർ 10ഉം പിന്നീട് വിക്ഷേപിച്ച മെസഞ്ചറും. മറൈനർ 10 എന്ന പേടകമാണ് അന്നേ വരെ മനുഷ്യൻ അധികം അറിഞ്ഞിട്ടില്ലാത്ത ബുധൻ എന്ന ഈ കുഞ്ഞൻ ഗ്രഹത്തെക്കുറിച്ച് ആദ്യമായി നമുക്ക് മനസ്സിലാക്കി തന്നത്. മെർക്കുറിക്ക് സമീപത്തെത്തിയ മറൈനർ 10 1974 മുതൽ 1976 വരെയുള്ള കാലഘട്ടത്തിൽ 45% ഭാഗങ്ങളുടെയും ചിത്രം പകർത്തി നമുക്ക് അയച്ചു തന്നു. മെർക്കുറിയുടെ 3000-ലും അധികം ചിത്രങ്ങളാണ് മറൈനർ 10 പകർത്തിയത്. ഭൂമിയുമായുള്ള ആശയവിനിമയങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട മറൈനർ 10 ഇന്നും സൂര്യനെ വലം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബുധനിലേക്ക് അയക്കപ്പെട്ട 2-ാമത്തെ പേടകമാണ് മെസഞ്ചർ. ഈ ഒരു പേടകം വിക്ഷേപിച്ചതും നാസ തന്നെയാണ്. മറൈനർ 10 ചിത്രീകരിച്ചതുകൂടാതെ വീണ്ടും 30% ഭാഗങ്ങളുടെ ചിത്രം കൂടെ പകർത്തുവാൻ മെസഞ്ചറിന് സാധിച്ചു. ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം മെർക്കുറിയുടെ ഉപരിതലത്തെക്കുറിച്ചും
അന്തരീക്ഷത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഭ്രമണപഥത്തെക്കുറിച്ചും മനസ്സിലാക്കുക എന്നതായിരുന്നു. മെസഞ്ചർ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് മെർക്കുറിയുടെ നോർത്ത് പോളിൽ കണ്ടെത്തിയ ജലത്തിൻ്റെ സാന്നിധ്യം. പിന്നീട് ഇന്ധനം തീർന്നുപോയ മെസഞ്ചർ 2018 മെർക്കുറിയുടെ ഉപരിതലത്തിലേക്ക് പതിച്ചു. സൗരയൂഥത്തിലെ 4 റോക്കി പ്ലാനറ്റുകളിൽ ഒന്നാണ് ബുധൻ. അതായത് ഭൂമിയെപ്പോലെ പാറകൾ നിറഞ്ഞു കിടക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. മെർക്കുറിയുടെ 70% ലോക പദാർത്ഥങ്ങളും മിച്ചമുള്ള 30% സിലിക്കേറ്റ് പദാർത്ഥങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മെർക്കുറിയെ ഒരു ലോഹനിർമ്മിത ഗ്രഹം എന്ന് പറയാം. ഇത്രത്തോളം ലോഹപദാർത്ഥങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് മെർക്കുറിയുടെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതായത് സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമായ ഭൂമി കഴിഞ്ഞാൽ 2ാം സ്ഥാനക്കാരൻ മെർക്കുറിയാണ്. ഭൂമിക്ക് ഇത്രത്തോളം സാന്ദ്രതയുണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ കോറാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഭൂമിയെ അപേക്ഷിച്ച് ബുധൻ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ബുധൻ്റെ കോറിന് ആപേക്ഷികമായി വലിപ്പം കൂടുതലായിരിക്കും. അതാണ് ബുധൻ ഇത്രത്തോളം സാന്ദ്രതയുണ്ടാകാനുള്ള കാരണം. ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ബുധൻ്റെ കോർ അതിൻ്റെ മൊത്തം വ്യാപ്തത്തിൻ്റെ 42% വരും എന്നാണ്. കോറിൻ്റെ മൊത്തം വ്യാസം 1800 കിലോമീറ്ററുകളാണ്. ഈ കോറ് ഉയർന്ന ഊഷ്മാവിൽ ഉരുകി ദ്രാവക അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോറിൻ്റെ ചുറ്റിലുമായി 500 മുതൽ 700 കിലോമീറ്റർ വരെ കട്ടിയുള്ള സിലിക്കേറ്റ് അടങ്ങിയിരിക്കുന്ന മാൻഡലാണുള്ളത്. ഭൂമിയിൽ നിന്നും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരീക്ഷണങ്ങളിൽ നിന്നും മറൈനർ 10 എന്ന ബഹിരാകാശ പേടകത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബുധൻ്റെ പുറന്തോടിന് ഏകദേശം 100 മുതൽ 300 കിലോമീറ്റർ വരെ കട്ടിയുണ്ട്. മെർക്കുറിയിലെ താപനില 430 ഡിഗ്രി സെൽഷ്യസ് മുതൽ -180 ഡിഗ്രി സെൽഷ്യസ് വരെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് പകൽ സമയത്ത് 430 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും രാത്രികാലങ്ങളിൽ അത് -180 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യും. കൂടാതെ സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മെർക്കുറിയേക്കാളും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് വീനസ് എന്ന ശുക്രനിലാണ്. ഇതിനെല്ലാം എന്തായിരിക്കും കാരണം? സൂര്യൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായിരുന്നിട്ടും മെർക്കുറിയിൽ ഇതുപോലെ താപനില മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം മെർക്കുറിക്ക് ഒരു അന്തരീക്ഷം ഇല്ല എന്നതാണ്. ഒരു നല്ല അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും ഗ്രഹത്തിലേക്ക് വരുന്ന ചൂട് അവിടെ തങ്ങി നിൽക്കുന്നില്ല. അതായത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന പ്രദേശത്ത് ശക്തിയേറിയ ചൂടും സൂര്യൻ്റെ എതിർവശത്തുള്ള ഭാഗത്ത് ശക്തിയേറിയ തണുപ്പുമായിരിക്കും. കൂടാതെ ബുധൻ്റെ ധ്രുവങ്ങളിൽ -93 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ താപനില ഉയരുകയുള്ളൂ. മെസഞ്ചർ പേടകം മെർക്കുറിയുടെ ഉത്തരധ്രുവത്തിലുള്ള വലിയ ഗർത്തങ്ങൾക്കുള്ളിൽ ഐസ് രൂപത്തിലുള്ള ജലത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വീനസിൻ്റെ കാര്യം ഇങ്ങനെയല്ല. അന്തരീക്ഷമില്ലാത്ത ബുധനേക്കാളും ശുക്രനിൽ ചൂട് കൂടുന്നതിനുള്ള കാരണം ഭൂമിയുടെ 90 മടങ്ങ് കട്ടിയുള്ള ശുക്രൻ്റെ അന്തരീക്ഷമാണ്. സൂര്യനിൽ നിന്നും വരുന്ന ചൂടിനെ ഈ അന്തരീക്ഷം തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് ശുക്രനിൽ ബുധനേക്കാളും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. നിരന്തരം അനേകം ഉൽക്കകൾ വന്നു പതിച്ചതിൻ്റെ ഫലമായി നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ട് കിടക്കുന്നതാണ് ബുധൻ്റെ ഉപരിതലം. നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നമ്മുടെ ചന്ദ്രൻ്റെ ഉപരിതലവും ഇതുപോലെ തന്നെയാണ്. ഈ ഒരു സമാനത കൊണ്ടാണ് ബുധൻ ചന്ദ്രനെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറയുവാൻ കാരണം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ ഗർത്തങ്ങളെല്ലാം ഇന്നും അതുപോലെ ഒരു രൂപമാറ്റവും സംഭവിക്കാതെയാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നത് പോലുള്ള ശിലാഫലകങ്ങളുടെ ചലനങ്ങൾ ഒന്നും തന്നെ ബുധനിൽ സംഭവിക്കുന്നില്ല എന്നാണ്. ബുധനിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ ഗർത്തങ്ങളിൽ ഒന്നാണ് കലോറിസ് ബേസിൻ. ഈ ക്രൈറ്ററിന് 1550 കിലോമീറ്ററോളം വ്യാസവും 2 കിലോമീറ്റർ വരെ ആഴവുമാണുള്ളത്. ഏറ്റവും വലിപ്പം കൂടിയ ഗർത്തങ്ങളിൽ ഒന്നായ ഇതിൻ്റെ ഒരു ഭാഗത്ത് മെർക്കുറിയിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത അത്രത്തോളം പർവ്വത നിരകളുണ്ട്. വിചിത്രമായ ഭൂപ്രദേശം എന്നർത്ഥം വരുന്ന വിയഡ് ടെറൈൻ എന്നാണ് ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇതുകൂടാതെ 2300 കിലോമീറ്ററോളം വ്യാസമുള്ള മറ്റൊരു വലിയ ഗർത്തമുണ്ട്. സ്കിനേക്സ് ബേസിസ് എന്നാണ് ആ ഗർത്തത്തിൻ്റെ പേര്. ബുധൻ്റെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മളാകെ 15ഓളം വലിയ ഗർത്തങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് വളഞ്ഞൊടിഞ്ഞ് 400 കിലോമീറ്ററോളം വിസ്തൃതിയിൽ കിടക്കുന്ന ടോൾസ്റ്റോജ് തടമാണ്. ഇവയൊന്നും കൂടാതെ ധാരാളം നിരപ്പായ സമതല പ്രദേശങ്ങളും ബുധനിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ ചന്ദ്രനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായൊരു കോറാണ് ബുധനുള്ളത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കോറ് ഭൂമിയുടെ 1% വരുന്ന കാന്തിക മണ്ഡലത്തെയും ബുധൻ്റെ ചുറ്റിലുമായി സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യൻ ഈ മെർക്കുറിയെ നിരീക്ഷിക്കാൻ തുടങ്ങിയതാണ്. 5ാം നൂറ്റാണ്ടിന് മുൻപ് ഗ്രീക്കുകാർ ഈ ഗ്രഹത്തെ
രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആകാശഗോളങ്ങളായിട്ടാണ് കരുതിയിരുന്നത്. സൂര്യോദയ സമയത്ത് ദൃശ്യമാകുന്ന ഒരു ഗോളവും അസ്തമയ സമയത്ത് ദൃശ്യമാകുന്ന മറ്റൊരു ഗോളവും. സൂര്യോദയ സമയത്ത് ദൃശ്യമാകുന്നതിനെ അപ്പോളോ എന്നും അസ്തമയ സമയത്ത് ദൃശ്യമാകുന്നതിനെ ഹെർമീസ് എന്നും പേരിട്ടവർ വിളിച്ചു. ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ജലനക്ഷത്രം എന്നാണ് ബുധൻ അറിയപ്പെടുന്നത്. ഭാരതീയർ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ എന്ന് വിളിച്ചു. റോമാക്കാർ തങ്ങളുടെ വാണിജ്യദേവനായ മെർക്കുറിയുടെ പേരിട്ട് വിളിച്ചു. ഇതേ പേര് തന്നെയാണ് പിന്നീട് ഇംഗ്ലീഷുകാരും ലോകം മുഴുവനും സ്വീകരിച്ചത്. ബുധൻ്റെ ഭ്രമണവും പരിക്രമണവും എല്ലാം മറ്റു ഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘവൃത്താകൃതിയിലുള്ള പരിക്രമണ പാതയാണ് ബുധൻ്റേത്. സൂര്യനിൽ നിന്നും ഏകദേശം 4.6 കോടി കിലോമീറ്ററുകളും 7 കോടി കിലോമീറ്ററുകളും വരെയുള്ള പാത. ഈ പാതയിലൂടെ സൂര്യനു ചുറ്റും ഒരു തവണ പരിക്രമണം നടത്തുന്നതിന് ബുധന് വേണ്ടി വരുന്നത് 88 ദിവസങ്ങളാണ്. അതായത് ബുധൻ്റെ ഒരു വർഷം എന്നത് ഭൂമിയിലെ 88 ദിവസങ്ങളാണ്. കൂടാതെ ഒരു തവണ തൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നതിന് ബുധന് വേണ്ടി വരുന്നത് 58.6 ദിവസങ്ങളാണ്. ചന്ദ്രൻ ഭൂമിയോടെന്ന പോലെ തന്നെ ബുധൻ സൂര്യനോടും ടൈഡലി ലോക്ക്ഡ് ആയിട്ടുള്ള ഗ്രഹമാണ് എന്നാണ് പണ്ട് കരുതിയിരുന്നത്. എന്നാൽ 1965 നടത്തിയ റഡാർ നിരീക്ഷണങ്ങളിൽ ബുധൻ 3:2 ഭ്രമണ പരിക്രമണ പാതയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ബുധൻ 3 തവണ തൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്തു തീരുന്ന സമയം കൊണ്ട് തന്നെ 2 തവണ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. ഭൂമിയുടെ ഭ്രമണപഥവുമായി താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറിയുടെ ഭ്രമണപഥത്തിന് ഭൂമിയുടെ ഭ്രമണപഥവുമായി 7 ഡിഗ്രി ചെരിവുണ്ട്. അതായത് 7 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭൂമിയും സൂര്യനും ബുധനും നേർരേഖയിൽ വരികയുള്ളൂ. ബുധൻ തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് 0.027 ഡിഗ്രി ചെരിവിലാണ്. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ബുധൻ്റെ ആക്സിയൽ ടിൽറ്റ് വളരെ കുറവാണ്. ആക്സിയൽ ടിൽറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ബുധൻ്റെ ഉപരിതലത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും നോക്കിയാൽ സൂര്യൻ ഏകദേശം പകുതി വരെ ഉദിക്കുന്നതും പിന്നീട് അസ്തമിക്കുന്നതും വീണ്ടും ഉദിക്കുന്നതുമായി നമുക്ക് ഒരു ബുധദിനത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. ആകാശത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും തിളക്കവും വലിപ്പവുമുള്ള വസ്തുവാണ് ശുക്രൻ. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപും നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് ശുക്രനെ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രഭാത നക്ഷത്രമെന്നും സായന നക്ഷത്രമെന്നും ശുക്രനെ വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ശരാശരി 10 കോടി കിലോമീറ്റർ ദൂരത്തിലൂടെ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ശുക്രൻ സൗരയൂഥത്തിലെ 2ാമത്തെ ഗ്രഹമാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സൗരയൂഥത്തിലെ 1ാമത്തെ ഗ്രഹം ബുധനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സൗരയൂഥത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം 2ാമത്തെ ഗ്രഹമായ ഈ ശുക്രനാണ്. ബുധനിൽ 430 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നത്. എന്നാൽ ബുധനേക്കാളും ഏകദേശം ഇരട്ടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ശുക്രനിലെ കൂടിയ താപനില 460 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്തരീക്ഷമില്ലാത്ത ബുധനേക്കാളും ശുക്രനിൽ ചൂട് കൂടുന്നതിനുള്ള കാരണം ഭൂമിയുടെ 90 മടങ്ങ് കട്ടിയുള്ള ശുക്രൻ്റെ അന്തരീക്ഷമാണ്. സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ചൂടിനെ ഈ അന്തരീക്ഷം പുറത്തു പോകാതെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് ശുക്രനിൽ ഇത്രത്തോളം ചൂട് കൂടുന്നത്. സൗരയൂഥത്തിൽ ഭൂമിയടക്കം മറ്റ്7 ഗ്രഹങ്ങളും തങ്ങളുടെ അച്ചുതണ്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സ്വയം കറങ്ങുന്നത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ശുക്രൻ ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്, അതും വളരെ പതിയെ. ഒരു തവണ അച്ചുതണ്ടിൽ കറങ്ങിത്തീരുന്നതിന് ശുക്രന് വേണ്ടി വരുന്നത് ഭൂമിയിലെ 243 ദിവസങ്ങളാണ്. അതായത് ശുക്രനിലെ ഒരു ദിവസം എന്നത് നമ്മുടെ 243 ദിവസങ്ങളാണ്. അങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ട് സൂര്യനെ ഒരു തവണ ഭ്രമണം ചെയ്യുന്നതിന് 225 ദിവസങ്ങൾ വേണ്ടിവരും. അതായത് ശുക്രൻ്റെ ഒരു വർഷം എന്നത് 225 ദിവസങ്ങളാണ്. ശുക്രൻ ഒരു തവണ സൂര്യനെ ഭ്രമണം ചെയ്തു തീർന്നാലും ഒരു വട്ടം അച്ചുതണ്ടിൽ കറങ്ങിത്തീരുകയില്ല. ശുക്രൻ്റെ ഒരു വർഷത്തേക്കാൾ കൂടുതൽ ദൈർഘ്യമാണ് ഒരു ദിവസത്തിന് എന്നതാണ് ഏറ്റവും വിചിത്രം. ശുക്രൻ ഭൂമിയുടെ ഇരട്ട സഹോദരിയാണ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ശുക്രനും ഭൂമിയുമായി എന്തെല്ലാം സമാനതകളാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിയും ശുക്രനും പിറവിയെടുക്കുന്നത് ഏകദേശം ഒരേ സമയത്താണ്, 450 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമിയുടെ 95% കൂടുതൽ വലിപ്പമുണ്ട് വീനസിന്. ശുക്രൻ്റെ വ്യാസം ഏകദേശം 12,104 കിലോമീറ്ററോളമാണ്. മാത്രമല്ല ഭൂമിയുടെ 85% കൂടുതൽ മാസുമുണ്ട്.
വലിപ്പത്തിലും മാസിലും ഭൂമിയും ശുക്രനുമായിട്ടുള്ള ഈ സമാനതകളാണ് വീനസിനെ ഭൂമിയുടെ ഇരട്ട സഹോദരി എന്ന് വിളിക്കുന്നതിനുള്ള കാരണം. നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ വസ്തുവായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചൊവ്വ ഗ്രഹത്തെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ തൊട്ടടുത്തുകൂടെ സഞ്ചരിക്കുന്നത് ഈ ശുക്രനാണ്. ശുക്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുമ്പോൾ ശുക്രനും ഭൂമിയും തമ്മിലുള്ള അകലം എന്നത് 6.1 കോടി കിലോമീറ്ററുകളാണ്. അതായത് ചൊവ്വയേക്കാളും 10 ലക്ഷം കിലോമീറ്ററുകൾ അടുത്ത്. ആകാശത്ത് ഇത്രത്തോളം വലിപ്പത്തിലും പ്രകാശത്തിലും കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പുരാതന കാലങ്ങൾ മുതലേ മനുഷ്യൻ വീനസിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയതാണ്. 1610 ഗലീലിയോ ഗലീലിയാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ ശുക്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് വ്യക്തമായി ധാരണകളില്ലാത്തത് കൊണ്ട് തന്നെ കാലങ്ങൾ കഴിയുന്തോറും പല സങ്കല്പ കഥകളും ശുക്രനെപ്പറ്റി മനുഷ്യൻ മെനയാൻ തുടങ്ങി. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1975 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച വെറീന 7 എന്ന പേടകം ഒരുപാട് കട്ടി കൂടിയ ശുക്രൻ്റെ അന്തരീക്ഷം കടന്ന് സുരക്ഷിതമായി ഉപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ ലോകം കണ്ടത് അന്നേ വരെ ഉണ്ടായിരുന്ന സകല സങ്കല്പങ്ങളെയും മാറ്റിമറിക്കുന്ന വിചിത്രവും ഭയാനകവുമായ കാഴ്ചകളായിരുന്നു. വെറീന 7 എന്ന ആ പേടകം ലാൻഡിങ്ങിന് ശേഷം 23 മിനിറ്റ് നേരത്തോളം ഭൂമിയുമായി ധാരാളം ആശയവിനിമയങ്ങൾ നടത്തി. പിന്നീട് കാലങ്ങൾ കഴിയുന്തോറും ധാരാളം ബഹിരാകാശ പേടകങ്ങൾ ശുക്രനിലേക്ക് അയക്കപ്പെട്ടു. വീനസിൻ്റെ അന്തരീക്ഷത്തിലുള്ള കട്ടിയേറിയ മേഘങ്ങളെക്കുറിച്ചും ഉപരിതലത്തെക്കുറിച്ചും അവിടെയുള്ള ധാതുക്കളെക്കുറിച്ചും ശുക്രനിലെ താപനിലയെക്കുറിച്ചുമെല്ലാം അവർ പഠനങ്ങൾ നടത്തി. ശുക്രൻ്റെ ഉപരിതലം 450 ഡിഗ്രി സെൽഷ്യസിനും 500 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള കൂടിയ താപനിലയിൽ ചുട്ടുപഴുത്ത് കിടക്കുകയാണ് എന്നും ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ കട്ടി കൂടിയ മേഘങ്ങളുടെ 3 പാളികളുണ്ട് എന്നും ഉപരിതലം മുഴുവൻ മരുഭൂമി പോലെ വറ്റിവരണ്ട് കിടക്കുകയാണ് എന്നും മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം 1990 നാസ വിക്ഷേപിച്ച മെഗലൻ എന്ന പേടകമാണ് ഇന്ന് നമുക്ക് ശുക്രനെക്കുറിച്ച് അറിയാൻ സാധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും പറഞ്ഞു തന്നത്. 4 വർഷക്കാലത്തോളം വീനസിനെ ഭ്രമണം ചെയ്തിരുന്ന മെഗലൻ ശുക്രൻ്റെ ഉപരിതലം മുഴുവനും പകർത്തി നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വാതകം നൈട്രജനും അത് കഴിഞ്ഞാൽ ഓക്സിജനുമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ വീനസിൻ്റെ അന്തരീക്ഷത്തിൻ്റെ 95% കാർബൺ ഡയോക്സൈഡാണ്. മിച്ചമുള്ള 5% സൾഫർ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. വളരെ ഭാരം കൂടിയ വാതകങ്ങൾ. ഇത്രത്തോളം ഭാരമുള്ള വാതകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് വീനസിൻ്റെ അന്തരീക്ഷത്തിന് ഇത്രത്തോളം കട്ടി അനുഭവപ്പെടുന്നത്. 3 പാളികളുള്ള വീനസിൻ്റെ അന്തരീക്ഷത്തിലുള്ള മേഘങ്ങളിൽ നിറയെ സൾഫ്യൂരിക് ആസിഡാണ്. അതുകൊണ്ട് ശുക്രനിൽ സൾഫ്യൂരിക് ആസിഡാണ് മഴയായി പെയ്യുന്നത്. എന്നാൽ ഈ മഴ ഒരിക്കലും ശുക്രൻ്റെ ഉപരിതലത്തിൽ വീഴുകയില്ല. അതിനുള്ള പ്രധാന കാരണം ഉപരിതലത്തിൻ്റെ കൂടിയ താപനിലയാണ്. 460 ഡിഗ്രി സെൽഷ്യസ് ചൂട് മൂലം പെയ്തിറങ്ങുന്ന സൾഫ്യൂരിക് ആസിഡ് മഴ മുഴുവനും കിലോമീറ്ററുകൾ മുകളിൽ വെച്ച് തന്നെ നീരാവിയായി മാറുകയും തിരികെ മുകളിലേക്ക് പോയി മഴമേഘങ്ങളായി മാറുകയും ചെയ്യും. ഇനി നമുക്ക് ശുക്രൻ്റെ ഉപരിതലം കാണാം. ഉപരിതലത്തിൽ 1000-ത്തിലധികം വലിയ വലിയ അഗ്നിപർവ്വതങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ അഗ്നിപർവ്വതങ്ങളൊന്നും തന്നെ സജീവമല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമേ അവയെല്ലാം സജീവമാവുകയുള്ളൂ. അതിനുള്ള പ്രധാന കാരണം ശുക്രൻ്റെ ആന്തരിക ഘടനയാണ്. ഭൂമിയിലേതുപോലെ തന്നെയുള്ള പാളികളാണ് ശുക്രനിലുമുള്ളത്. ഏറ്റവും ഉള്ളിലായി ലോഹനിർമ്മിതമായ മാസ് കൂടിയ കോറ്. കോറിന് പുറമെ കട്ടി കൂടിയ റോക്കി മാൻഡൽ. മാൻഡലിന് പുറമെ 70 കിലോമീറ്ററോളം കട്ടിയുള്ള ക്രസ്റ്റ് പാളിയാണുള്ളത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വീനസിൻ്റെ ക്രസ്റ്റിൻ്റെ കട്ടി ഭൂമിയുടെ ക്രസ്റ്റിൻ്റെ ഇരട്ടിയിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്കുള്ളിൽ സംഭവിക്കുന്നത് പോലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം ശുക്രനിൽ സംഭവിക്കുന്നില്ല. അതാണ് ശുക്രനിലെ അഗ്നിപർവ്വതങ്ങളെല്ലാം സജീവമല്ലാതിരിക്കാനുള്ള കാരണം. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഗ്രഹത്തിനുള്ളിലെ ശക്തിയേറിയ സമ്മർദ്ദം നിമിത്തം ഈ അഗ്നിപർവ്വതങ്ങളെല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയും ശുക്രൻ്റെ ഉപരിതലം മുഴുവൻ ലാവ നിറയുകയും ചെയ്യാറുണ്ട്. ശുക്രൻ്റെ ഉപരിതലത്തിൽ മുഴുവൻ ഈ വലിയ അഗ്നിപർവ്വതങ്ങൾ മാത്രമല്ല ഉള്ളത്. ധാരാളം നിരപ്പായ പ്രദേശങ്ങളുണ്ട്. ശുക്രൻ്റെ ഉത്തരധ്രുവത്തിലും മധ്യഭാഗത്തും കാണപ്പെടുന്ന പ്രദേശങ്ങളെ 2 വലിയ ഭൂഖണ്ഡങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇഷ്താർ ടെറയും അഫ്രോഡൈറ്റ് ടെറയും. ഉത്തരധ്രുവത്തിലുള്ള ഇഷ്താർ ടെറ പ്രദേശത്താണ് ശുക്രനിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ 12 കിലോമീറ്ററോളം ഉയരമുള്ള മാക്സ്വെൽ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്.
ഇത്രത്തോളം ഉയരം കൂടിയ പർവ്വതമായതുകൊണ്ട് തന്നെ ഉത്തരധ്രുവത്തിലെ ഈ പ്രദേശമാണ് ശുക്രനിൽ ഏറ്റവും താപനില കുറവുള്ള പ്രദേശം. അഫ്രൊഡൈറ്റ് ടെറയിലെ കിഴക്ക് ഭാഗത്താണ് ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വതമായ മാറ്റ്മോൺ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഈ ഭാഗത്ത് ധാരാളം പർവ്വതനിരകളും സമതലങ്ങളുമുണ്ട്. വീനസിൻ്റെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലുമുള്ള ഈ അതിഭയങ്കരമായ അവസ്ഥ നിമിത്തം ശുക്രനിൽ നമ്മൾ നടത്തിയ ബഹിരാകാശ ദൗത്യങ്ങളിൽ കൂടുതലും പരാജയങ്ങളായിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസികൾ വിക്ഷേപിച്ച വീനസ് എക്സ്പ്രസ് എന്ന ബഹിരാകാശ ദൗത്യത്തിലൂടെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ശുക്രനിൽ ധാരാളം സമുദ്രങ്ങളുണ്ടായിരുന്നുവെന്നും ശുക്രൻ ഭൂമിക്ക് സമാനമായൊരു ഗ്രഹമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് എത്രമാത്രം ഭീകരമായ അവസ്ഥകളുള്ള നരകതുല്യമായ ഗ്രഹമാണ് ശുക്രൻ അല്ലേ? ഈ ഭീകര അവസ്ഥകൾ മൂലമാണ് ചൊവ്വയിൽ നടത്തുന്നത് പോലുള്ള വലിയ ബഹിരാകാശ ദൗത്യങ്ങളൊന്നും ശുക്രനിൽ നടത്തുവാൻ നമുക്ക് സാധിക്കാത്തത്. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് 2030 ഡാവിഞ്ചി എന്നും വെരിറ്റാസ് എന്നും പേരായ 2 വീനസ് ദൗത്യങ്ങളെ നാസ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ യൂറോപ്യൻ സ്പേസ് ഏജൻസികളും ശുക്രയാൻ എന്ന പേരിൽ നമ്മുടെ ISROയും വീനസ് ദൗത്യങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഇരട്ട സഹോദരിയായ ഈ ശുക്രനിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ. സൂര്യനെ വലംവയ്ക്കുന്ന 8 ഗ്രഹങ്ങളിൽ മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനക്കാരൻ, സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം. ഇതെല്ലാം നമ്മൾ വസിക്കുന്ന നമ്മുടെ സ്വന്തം ഭൂമിയാണ്. ഭൂമിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ധാരാളം കാര്യങ്ങൾ അറിയാം. മറ്റെല്ലാ ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഗ്രഹമാണ് നമ്മുടെ ഭൂമി. മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത് ഉപരിതലത്തിൽ നിറഞ്ഞു കിടക്കുന്ന ദ്രാവക ജലമാണ്. സൗരയൂഥത്തിൽ ജലം ദ്രാവകമായി ഒഴുകുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഭൂമി സൂര്യനിൽ നിന്നും ഏകദേശം 150 ദശലക്ഷം കിലോമീറ്ററുകൾ അഥവാ 15 കോടി കിലോമീറ്ററുകൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സൂര്യൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ. ഈ ഒരു പ്രദേശത്ത് ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ശരിയായ താപനില ലഭിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ജലം ദ്രാവകമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ 70%-ലധികവും സമുദ്രത്താൽ നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം. അതായത് കരഭാഗത്തിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഭാഗവും ജലമാണ്. ഇത്രത്തോളം ജലം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കുന്നത്. ജീവൻ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജലം. നാം ഇന്നേ വരെ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമി മാത്രമാണെന്നാണ്. ദശലക്ഷക്കണക്കിന് ഇനങ്ങളിൽപ്പെട്ട സസ്യങ്ങളും മൃഗങ്ങളും നമ്മൾ മനുഷ്യരും മറ്റനേകം ജീവജാലങ്ങളും വസിക്കുന്നത് 12,756 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഭൂമിക്കുള്ള അന്തരീക്ഷമാണ് മറ്റൊരു പ്രധാന സവിശേഷത. ഭൂമിയെ മുഴുവൻ ആവരണം ചെയ്യുന്ന നല്ല കട്ടിയുള്ള വാതക പാളിയാണ് അന്തരീക്ഷം. ഇത് കൂടുതലും നൈട്രജനും ഓക്സിജനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശ്വസിക്കാൻ നമ്മെ സഹായിക്കുന്നതും സൂര്യൻ്റെ ശക്തിയേറിയ ചൂടിൽ നിന്നും അതിമാരകമായ റേഡിയേഷനിൽ നിന്നും ബഹിരാകാശത്തു നിന്നും വരുന്ന ഉൽക്കകളിൽ നിന്നുമെല്ലാം നമ്മെ നിരന്തരം സംരക്ഷിച്ച് ഒരു സംരക്ഷണ കവചം തീർക്കുന്നതും ഭൂമിയുടെ അന്തരീക്ഷമാണ്. ഭൂമി സ്വയം കറങ്ങുന്നത് ഒരല്പം ചെരിഞ്ഞാണ് എന്ന് നമുക്കറിയാം. ഉത്തരധ്രുവം മുതൽ ദക്ഷിണധ്രുവം വരെയുള്ള അച്ചുതണ്ട് എന്ന സാങ്കല്പിക രേഖയിൽ ഏകദേശം 23 ഡിഗ്രി ചെരിഞ്ഞാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭൂമിയുടെ അച്ചുതണ്ടിനുള്ള ഈ ചെരിവാണ് ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഋതുഭേദങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അച്ചുതണ്ടിൽ ഒരു തവണ ഭ്രമണം ചെയ്യുന്നതിന് ഭൂമിക്ക് വേണ്ടി വരുന്ന സമയം 23 മണിക്കൂറുകളും 56 മിനിറ്റുകളും 4 സെക്കൻഡുകളുമാണ്. അതായത് നമ്മുടെ ഒരു ദിവസം. ഇതുപോലെ സ്വയം ഭ്രമണം ചെയ്തുകൊണ്ട് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യുന്നതിന് ഭൂമിക്ക് വേണ്ടി വരുന്നത് 365 ദിവസങ്ങളാണ്. അതായത് ഒരു വർഷം. നമ്മൾ വസിക്കുന്ന ഈ ഉപരിതലത്തെക്കാളും ഒരുപാട് വ്യത്യസ്തമാണ് ഭൂമിയുടെ ഉൾവശം. ഭൂമിക്ക് 4 വ്യത്യസ്ത തരത്തിലുള്ള ലെയറുകളാണുള്ളത്: ഇന്നർ കോർ, ഔട്ടർ കോർ, മാൻഡിൽ, ക്രസ്റ്റ്. ഭൂമിയുടെ മധ്യഭാഗത്തെ പാളിയെയാണ് ഇന്നർ കോർ എന്ന് വിളിക്കുന്നത്. 2442 കിലോമീറ്ററോളം വ്യാസമുള്ള ഭൂമിയുടെ ഈ അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 6400 കിലോമീറ്ററിനും 5180 കിലോമീറ്ററിനും ഇടയിലുള്ള ഭാഗത്താണ്. സാന്ദ്രത വളരെ കൂടുതലായ ഇരുമ്പും നിക്കലും ഉപയോഗിച്ചാണ് ഇന്നർ കോർ നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അകക്കാമ്പാണ് ഏറ്റവും വേഗതയിൽ കറങ്ങുന്നത്. മാത്രമല്ല
5400 ഡിഗ്രി സെൽഷ്യസ് എന്ന അമിതമായ ചൂടും ഈ പ്രദേശത്തുണ്ട്. ഇന്നർ കോറിൽ നിന്നും ഉയരുന്ന ഈ ചൂടെന്നത് സൂര്യൻ്റെ ഉപരിതല താപനിലയുടെ അത്രയും വരും. ഭൂമിയുടെ ഉപരിതലത്തെ അപേക്ഷിച്ച് ഇവിടെ മർദ്ദം വളരെ കൂടുതലാണ്. ഉപരിതലവുമായി താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഉപരിതലത്തേക്കാൾ ഏകദേശം 3 ലക്ഷം മടങ്ങ് മർദ്ദം ഇന്നർ കോറിൽ കൂടുതലാണ്. അകക്കാമ്പിൻ്റെ തൊട്ടു പുറത്തുള്ള ഭാഗമാണ് ഔട്ടർ കോർ അഥവാ പുറംകാമ്പ്. കോറിൻ്റെ ഈ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പും നിക്കലും ഉപയോഗിച്ചാണ്. എന്നാൽ അകക്കാമ്പിനെ അപേക്ഷിച്ച് പുറക്കാമ്പ് ദ്രാവക രൂപത്തിലാണുള്ളത്. ഏകദേശം 2260 കിലോമീറ്ററോളം കട്ടിയുള്ള ഈ ദ്രാവക പാളിയായ ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 5180 കിലോമീറ്ററിനും 2880 കിലോമീറ്ററിനും ഇടയിലുള്ള ഭാഗത്താണ്. ഉരുകിയിളകി മറയുന്ന ഈ ദ്രാവക പാളിക്കുള്ളിലെ ലോഹങ്ങൾ മൂലമാണ് ഭൂമിക്ക് ഇത്ര ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. കോറിന് പുറത്തുള്ള അടുത്ത പാളിയാണ് മാൻഡൽ. ഏകദേശം 3000 കിലോമീറ്ററോളം കട്ടിയുള്ള ഈ മാൻഡലാണ് ഭൂമിയുടെ ഏറ്റവും കട്ടിയുള്ള പാളി. ഇത് ഉപരിതലത്തിൽ നിന്നും വെറും 30 കിലോമീറ്റർ മുതൽ ആരംഭിക്കുന്നു. മാൻഡൽ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാഗ്മ എന്നറിയപ്പെടുന്ന പകുതി ഉരുകിയ പാറ കൊണ്ടാണ്. ഈ മാൻഡൽ പാളിയുടെ അടിഭാഗത്ത് ഉരുകിത്തുടങ്ങുന്ന പാറയും മുകൾ ഭാഗത്ത് വളരെ കട്ടിയേറിയ പാറയുമാണുള്ളത്. മാൻഡലിൻ്റെ താഴത്തെ പ്രദേശത്തെ താപനില വളരെ കൂടുതലാണ്. അത് ഏകദേശം 2200 ഡിഗ്രി സെൽഷ്യസോളം വരും. ഈ താപനില മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. അത് ഏറ്റവും മുകൾ ഭാഗത്തെത്തിക്കഴിയുമ്പോൾ 870 ഡിഗ്രി സെൽഷ്യസായി മാറും. ഈ പാളിയിൽ ഉരുകിയ പാറയുള്ള ഭാഗത്താണ് ഭൂമിയിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ തെന്നി നീങ്ങുന്നത്. അടുത്തത് ക്രസ്റ്റ് എന്ന ഭൂമിയുടെ പുറന്തോടാണ്, അതായത് നമ്മൾ വസിക്കുന്ന പാളി. വേവിച്ച മുട്ടയുടെ പുറന്തോട് പോലെയാണ് ഭൂമിയുടെയും പുറന്തോട്. അതായത് താഴെയുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ നേർത്തതും തണുത്തതും പെട്ടെന്ന് പൊട്ടുന്നതുമാണ്. താരതമ്യേന നേർത്ത മൂലകങ്ങളായ സിലിക്ക, അലുമിനിയം, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് പുറന്തോട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ കട്ടിയല്ല ഉള്ളത്. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ പുറന്തോടിൻ്റെ കട്ടി എന്നത് 5 കിലോമീറ്ററുകൾ മാത്രമാണ്. എന്നാൽ കരഭാഗത്ത് അത് 30 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ വരും. ഇപ്പോൾ നമുക്ക് ഭൂമിയുടെ മധ്യഭാഗം മുതൽ ഭൂമിയുടെ പുറന്തോട് വരെയുള്ള ഈ ആന്തരിക ഘടനയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ ലഭിച്ചു. പച്ചപ്പും ജലാശയങ്ങളും മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും വ്യത്യസ്ത ഇനങ്ങളിൽപ്പെടുന്ന അനേകം ജീവജാലങ്ങളും, അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ പുറന്തോട്ടിൽ മാത്രമുള്ളത് അല്ലേ? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വലിയ ഗർത്തങ്ങളും മലയിടുക്കുകളും, എന്തിന് ഭൂമിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ പ്രദേശമായ മരിയാന ട്രെഞ്ച് പോലും ഭൂമിക്ക് ചെറിയൊരു പോറൽ മാത്രമാണ്. നമ്മുടെ ആകാശത്ത് കാണാൻ സാധിക്കുന്ന തിളക്കമുള്ള ബഹിരാകാശ വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതലേ മനുഷ്യൻ ചൊവ്വയെ നിരീക്ഷിക്കുന്നുണ്ട്. റോമാക്കാരുടെ യുദ്ധദേവനായ മാർസിൻ്റെ പേരാണ് അവർ ചൊവ്വ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ 4ാമത്തെ ഗ്രഹമാണ് ചൊവ്വ. സൂര്യനിൽ നിന്നും ശരാശരി 23 കോടി കിലോമീറ്റർ അകലെയാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. 6779 കിലോമീറ്റർ വ്യാസമുള്ള ചൊവ്വ നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണ് എങ്കിൽ ഭൂമിയുടെ പകുതി വലിപ്പം മാത്രമേ ഉള്ളൂ. ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളെയും കൂട്ടിച്ചേർത്താലുള്ള അത്രയും വലിപ്പം. കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിർമ്മിച്ച വളരെ കട്ടി കുറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ചൊവ്വയ്ക്കുള്ളത്. ഭൂമിയിലും മറ്റു പല ഗ്രഹങ്ങളിലും പെയ്യുന്നത് പോലെ ചൊവ്വയിൽ മഴ പെയ്യാറില്ല. അന്തരീക്ഷത്തിലെ നേർത്ത മേഘങ്ങൾക്ക് മഴയായി പെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ ഭൂമിയിലേതുപോലെ തന്നെ ജലം മഴയായി പെയ്തിരുന്നു എന്നും ഉപരിതലത്തിലൂടെ ജലം ഒഴുകിയിരുന്നു എന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടി. ഇനി ഉപരിതലം നോക്കുകയാണ് എങ്കിൽ ഭൂമിയുമായി ഒരുപാട് സമാനതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചൊവ്വയുടെ ഉപരിതലം മുഴുവനും പാറകളും മണൽക്കൂനകളും മലനിരകളും താഴ്വരകളും വറ്റി വരണ്ട് കിടക്കുന്ന തടാകങ്ങളും നിറഞ്ഞ മരുഭൂമി പോലെയാണ്. കൂടാതെ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുപാളികളുമുണ്ട്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർസിന് ഭൂമിയേക്കാൾ ഗുരുത്വാകർഷണ ബലം ഒരുപാട് കുറവാണ്. ഏകദേശം ഭൂമിയുടെ 30% മാത്രമേ ഉള്ളൂ. പകൽ സമയങ്ങളിലെ മാർസിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായിരിക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ അത് -100 ഡിഗ്രി
ചൊവ്വയിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും എങ്കിലും അതിൽ ഒരെണ്ണം പോലും ആക്റ്റീവ് അല്ല. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് നോക്കിയാലും ഏറ്റവും വലിയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ ഗ്രഹത്തിലാണ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും 21.9 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒളമ്പസ് മോൺസ് ആണ് ഈ അഗ്നിപർവ്വതം. അതായത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയുടെ ഏകദേശം ഇരട്ടിയോളം ഉയരം. ഇതിൻ്റെ ശരാശരി വ്യാസം 624 കിലോമീറ്ററുകളാണ്. അതായത് ഭൂമിയിലുള്ള പല രാജ്യങ്ങളെക്കാളും വലിപ്പമുണ്ട് ഈ അഗ്നിപർവ്വതത്തിന്. ഇതിൻ്റെ മുകളിൽ ലാവ പുറത്തേക്ക് ഒഴുകി വരുന്ന ഭാഗത്തിന് മാത്രം 85 കിലോമീറ്ററാണ് വ്യാസം. 3 കിലോമീറ്ററോളം ആഴവുമുണ്ട്. അതുപോലെ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ മലയിടുക്ക് അഥവാ ഗർത്തം സ്ഥിതി ചെയ്യുന്നതും ഈ ചൊവ്വയിലാണ്. ചൊവ്വയിലെ താർസിസ് എന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വാലസ് മറൈനറീസ് എന്ന ഗർത്തത്തിന് 4000 കിലോമീറ്ററോളം നീളവും 200 കിലോമീറ്ററോളം വീതിയും 7 കിലോമീറ്ററിലേറെ ആഴവുമുണ്ട്. ചൊവ്വ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തിക്കഴിയുമ്പോൾ ഭൂമിയിൽ നിന്നുമുള്ള ദൂരം ഏകദേശം 6.2 കോടി കിലോമീറ്ററുകളാണ്. നമ്മുടെ ആകാശത്ത് നല്ല പ്രകാശത്തിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പുരാതന കാലങ്ങൾ മുതലേ മനുഷ്യൻ നിരീക്ഷിച്ചു തുടങ്ങി. 1600കളിലാണ് ആദ്യമായി നമ്മൾ ദൂരദർശിനിയുടെ സഹായത്തോടെ ഈ ചൊവ്വയെ നിരീക്ഷിക്കുന്നത്. ഗലീലിയോ ഗലീലിയും കെപ്ലറുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയത്. പിന്നീട് വർഷങ്ങൾ കഴിയുന്തോറും ഈ ചുവന്ന ലോകത്തെ അടുത്തറിയുന്നതിനുള്ള ജിജ്ഞാസ മൂലം നമ്മൾ ധാരാളം ചൊവ്വാ ദൗത്യങ്ങൾ നടത്തി. ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇതുവരെ 7 റോവർ വാഹനങ്ങളാണ് ഇറക്കിയിട്ടുള്ളത്. അവയിൽ നാസയുടെ ക്യൂരിയോസിറ്റി, പെർസെവറൻസ്, ചൈനയുടെ സ്യൂറോങ് എന്നീ റോവറുകൾ ഇന്നും ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവയെ കൂടാതെ നമ്മുടെ ISROയുടെ മംഗളയാൻ അടക്കം ധാരാളം ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയുടെ അന്തരീക്ഷത്തിന് പുറത്തുകൂടെ ചൊവ്വയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠനങ്ങളിൽ നമ്മൾ വളരെ വിചിത്രവും അപൂർവവുമായ ഒരു പ്രതിഭാസം കണ്ടു. മാർസിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അഗ്നിപർവ്വതമായ ആസ്ക്രിയോ മോൺസിൻ്റെ മുകൾ ഭാഗത്ത് 110 കിലോമീറ്ററോളം വ്യാസമുള്ള വലിയൊരു ഡിപ്രഷനുണ്ട്. അതിനു മുകളിലാണ് ഈ പ്രതിഭാസം നടക്കുന്നത്. ആ ഡിപ്രഷനുള്ളിലുള്ള മണൽത്തരികളെല്ലാം സൂര്യൻ്റെ ചൂട് മൂലം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും മണൽമേഘങ്ങളായി മാറി അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ വലിയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായ താർസിസ് പ്രദേശത്താണ്. ഈ പ്രദേശത്തിൻ്റെ വിസ്തീർണം ഏകദേശം 3 കോടി സ്ക്വയർ കിലോമീറ്ററോളം വരും. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തേക്ക് ഒഴുകിയിറങ്ങിയ ലാവ തണുത്തുറഞ്ഞാണ് ഈ പ്രദേശം രൂപപ്പെട്ടത്. ഉപരിതലത്തിൽ നിന്നും 10 കിലോമീറ്ററോളം ഉയരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. ഈ ഒരു പർവ്വതത്തെ കൂടാതെ ഈ പ്രദേശത്ത് ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ട്. ആ അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തേക്ക് ഒഴുകി വരുന്ന ലാവ മണ്ണിലൂടെ ഒഴുകി രൂപപ്പെട്ട കിലോമീറ്ററുകൾ നീളമുള്ള വലിയ തുരങ്കങ്ങൾ നമുക്കിവിടെ കാണാം. കൂടാതെ അതിശക്തമായ പൊടിക്കാറ്റും ഇവിടെ വീശിയടിക്കാറുണ്ട്. മാർസിലെ മറ്റൊരു വലിയ പ്രദേശമാണ് വാലിസ് മറിനറീസ്. ഈ പ്രദേശത്തൊട്ടാകെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വറ്റി വരണ്ട് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ്. ഇവയ്ക്കെല്ലാം ഏകദേശം 4500 കിലോമീറ്ററോളം നീളമുണ്ട്. 10 കിലോമീറ്ററോളം ആഴമുള്ള ഈ പ്രദേശത്ത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം ജലമൊഴുകിയിരുന്നു. അങ്ങനെ ഒരു കാലത്ത് ധാരാളം സമുദ്രങ്ങളാൽ നിറഞ്ഞ ഒരു നീലഗ്രഹമായിരുന്നു ചൊവ്വ. അപ്പോൾ ആ സമയത്ത് ചൊവ്വയിൽ ജീവനുണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിറഞ്ഞു കിടന്നിരുന്ന കുളങ്ങളും നദികളും വലിയ കായലുകളുമെല്ലാം വറ്റി വരണ്ട് കിടക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ചും ആ സമയത്ത് അവിടെ ജീവനുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി മാത്രം നാസ വിക്ഷേപിച്ച റോവറാണ് പെർസീവറസ് റോവർ. ഒരു കാലത്ത് സമുദ്രങ്ങൾ നിറഞ്ഞ് നീല നിറമായിരുന്ന ചൊവ്വ എങ്ങനെയായിരിക്കും വറ്റി വരണ്ട് ചുവന്ന ലോകമായി മാറിയത്? അന്നുണ്ടായിരുന്ന സമുദ്രമെല്ലാം എങ്ങനെ ഇല്ലാതായി? അതിനെക്കുറിച്ചെല്ലാം അറിയണമെങ്കിൽ നമുക്ക് ചൊവ്വയുടെ ആന്തരിക ഘടന പഠിക്കണം. നമ്മുടെ ഭൂമിക്ക് ഇന്നർ കോർ, ഔട്ടർ കോർ, മാൻഡിൽ, ക്രസ്റ്റ് എന്നീ 4 ലെയറുകളാണുള്ളത് എന്ന് നമുക്കറിയാം. ഭൂമിയുടെ ഇന്നർ കോറിൻ്റെ താപനില എന്നത് സൂര്യൻ്റെ ഉപരിതല താപനിലയുടെ അത്രയും വരും. അതിന് പുറത്ത് ഔട്ടർ കോർ, അവിടെ ദ്രാവക രൂപത്തിലുള്ള ലോഹങ്ങളാണുള്ളത്. ഈ ഔട്ടർ കോർ മൂലമാണ് ഭൂമിക്ക് ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. ശക്തിയേറിയ ഈ മാഗ്നറ്റിക് ഫീൽഡാണ് കട്ടി കൂടിയ അന്തരീക്ഷവും ദ്രാവക രൂപത്തിലുള്ള ജലവും ഭൂമിയിൽ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ചൊവ്വയുടെ കോർ തണുത്തുറഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചൊവ്വയുടെ മാഗ്നറ്റിക് ഫീൽഡിന് ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ
ഒരുപാട് ശക്തി കുറവാണ്. ഈ കാരണം കൊണ്ടാണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൻ്റെ കട്ടി കുറഞ്ഞതും ദുർബലമായ അന്തരീക്ഷ സമ്മർദ്ദം അനുഭവപ്പെടുന്നതും ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്തതും. എന്നാൽ ചൊവ്വ രൂപപ്പെട്ട സമയത്ത് ഇങ്ങനെയായിരുന്നില്ല. അന്ന് ഭൂമിയുടേതുപോലെ തന്നെ ചുട്ടുപഴുത്ത കോറായിരുന്നു. ശക്തിയേറിയ മാഗ്നറ്റിക് ഫീൽഡും അന്തരീക്ഷ സമ്മർദ്ദവും എല്ലാം അന്ന് ചൊവ്വയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഉപരിതലത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കോർ തണുക്കുകയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കുറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സൂര്യൻ്റെ മാരക കിരണങ്ങൾ ഏറ്റ് അന്തരീക്ഷം നശിക്കാൻ തുടങ്ങി. അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ കട്ടി കുറഞ്ഞു വന്നു. അതിൻ്റെ ഫലമായി ഇന്നത്തെ അവസ്ഥയിലെത്തി അന്തരീക്ഷം. ഉപരിതലത്തിലുണ്ടായിരുന്ന ജലം മുഴുവൻ നീരാവിയായി മാറുകയും അത് ബഹിരാകാശത്തേക്ക് പോവുകയും ചെയ്തു. ദ്രാവക രൂപത്തിലുള്ള ജലം മുഴുവൻ അങ്ങനെ അപ്രത്യക്ഷമായി പോയി എങ്കിലും ധ്രുവപ്രദേശങ്ങളിൽ ഐസിൻ്റെ രൂപത്തിൽ കുറച്ച് ജലമുണ്ട്. കൂടാതെ മണ്ണിനടിയിലും ജലം ഐസിൻ്റെ രൂപത്തിലുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യൻ്റെ മാരക കിരണങ്ങൾ നിരന്തരം പതിക്കുന്നതുകൊണ്ട് ഇന്നും ചൊവ്വയുടെ അന്തരീക്ഷം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 1% കട്ടി മാത്രമേ ചൊവ്വയുടെ അന്തരീക്ഷത്തിനുള്ളൂ. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിനു വേണ്ടി മാത്രം നാസ 2013 വിക്ഷേപിച്ച മേവൻ പേടകത്തിൻ്റെ സഹായത്തോടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. വാലിസ് മെറിനറീസ് എന്ന ഈ പ്രദേശത്ത് വറ്റിവരണ്ട് കിടക്കുന്ന ഈ ജലാശയങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇവിടെ ധാരാളം മലനിരകളും വലിയ കുഴികളും തുരങ്കങ്ങളും എല്ലാമുണ്ട്. ചൊവ്വയിൽ നമ്മൾ കണ്ട മറ്റ് പ്രദേശങ്ങളെ എല്ലാം അപേക്ഷിച്ച് താരതമ്യേന നിരപ്പായ പ്രദേശങ്ങളാണ് ക്രൈസ് പ്ലെനീഷ്യയും ഇത്യോപ്യ പ്ലെനീഷ്യയും. ഇവിടെ മലനിരകളും പർവ്വതങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ പ്രദേശങ്ങളിൽ ധാരാളം ബഹിരാകാശ പര്യവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. 2021 ചൈനയുടെ സൂറോങ് റോവർ ഇറങ്ങിയതും പഠനങ്ങൾ നടത്തിയതുമെല്ലാം ചൊവ്വയുടെ നിരപ്പായ പ്രദേശമായ ഈ ഇത്യോപ്യ പ്ലെനീഷ്യയിലാണ്. ചൊവ്വയുടെ യഥാർത്ഥ ചുവന്ന ചിത്രങ്ങൾ നമുക്ക് ആദ്യമായി പകർത്തി അയച്ചു തന്ന വൈക്കിംഗ് 1 എന്ന പേടകം 1976 ലാൻഡ് ചെയ്തത് ക്രൈസ് പ്ലെനീഷ്യ പ്രദേശത്താണ്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ചൊവ്വയിലെ നിരന്ന പ്രദേശമാണ് ഇസിഡീസ് പ്ലെനീഷ്യ. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നാസയുടെ പെർസീവറൻസ് റോവർ ഈ പ്രദേശത്തിൻ്റെ ധാരാളം ചിത്രങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഉൽക്ക വന്ന് പതിച്ച് രൂപം കൊണ്ട ജസറോ എന്ന ഗർത്തത്തിന് സമീപത്താണ് ഈ റോവർ ലാൻഡ് ചെയ്തത്. ചൊവ്വയിൽ അവസാനത്തിൻ്റെ ജലത്തിൻ്റെ സാന്നിധ്യം ഇവിടെയായിരിക്കും എന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ ഏതെങ്കിലും തരത്തിൽ ജീവൻ നിലനിന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് നീണ്ട 14 വർഷക്കാലത്തോളം പ്രവർത്തിക്കാൻ കഴിവുള്ള പെർസീവറൻസ് റോവറിനെ നാസ ഈ പ്രദേശത്തേക്ക് വിക്ഷേപിച്ചത്. ഭൂമിയിലേക്ക് അയച്ചു തരുന്നതിനു വേണ്ടി നിരന്തരം ആ പ്രദേശത്തു നിന്നും ഈ റോവർ ധാരാളം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രനെ പോലെ ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഫോബോസും ഡീമോസും. സൗരയൂഥത്തിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ധാരാളം ആസ്ട്രോയിഡുകൾ ഒരു ബെൽറ്റ് എന്ന പോലെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ ആസ്ട്രോയിഡുകളെ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. വ്യാഴത്തിൻ്റെ ശക്തിയേറിയ ഗ്രാവിറ്റി ഈ ആസ്ട്രോയിഡ് ബെൽറ്റിനെ ബാധിക്കാറുണ്ട്. ഗ്രാവിറ്റിയിലുണ്ടായ ചെറിയ ഫ്ലക്ച്വേഷൻ മൂലം ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും തെന്നി നീങ്ങി ചൊവ്വയെ വലം വയ്ക്കാൻ തുടങ്ങിയതാണ് ഈ 2 ഉപഗ്രഹങ്ങളും. അവയിൽ ഏറ്റവും വലുത് ഫോബോസ് ആണ്. വലുതെന്ന് പറഞ്ഞാൽ ഫോബോസിൻ്റെ ആകെ നീളം 22.5 കിലോമീറ്ററുകൾ മാത്രമാണ്. ഈ ഉപഗ്രഹം ചൊവ്വയുടെ തൊട്ടടുത്തുകൂടെയാണ് ചൊവ്വയെ വലം വയ്ക്കുന്നത്. അതായത് ചൊവ്വയും ഫോബോസും തമ്മിലുള്ള ദൂരം വെറും 6000 കിലോമീറ്ററുകൾ മാത്രം. ഓരോ 100 വർഷങ്ങൾ കൂടുമ്പോഴും ഇത് ചൊവ്വയോട് 2 മീറ്റർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കാലങ്ങൾ കഴിയുന്തോറും ഈ ഉപഗ്രഹം ചൊവ്വയുടെ റോഷേ ലിമിറ്റിൽ എത്തിച്ചേരുകയും ഫോബോസിനുള്ളിലുള്ള കോടിക്കണക്കിന് പദാർത്ഥങ്ങൾ ഈ റോഷേ ലിമിറ്റിൽ വെച്ച് ചിതറിത്തെറിക്കുകയും അവ മുഴുവൻ ചൊവ്വയെ വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഇന്ന് ശനിഗ്രഹത്തിന് ചുറ്റുമുള്ളതുപോലുള്ള വലയങ്ങൾ കാലങ്ങൾക്ക് ശേഷം ചൊവ്വയ്ക്ക് ചുറ്റും രൂപപ്പെടും. ഇതിനോടകം ധാരാളം ബഹിരാകാശ പേടകങ്ങൾ നമ്മൾ ചൊവ്വയിലേക്ക് അയച്ചിട്ടുണ്ട്. ഭൂമിയിലെ പല പ്രദേശങ്ങളെക്കുറിച്ചും കടലിടുക്കുകളെക്കുറിച്ചും നമുക്കറിയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചൊവ്വയെക്കുറിച്ച് നമുക്കറിയാം. ഇനി നമ്മൾ ചൊവ്വയെ തൊട്ടറിയാൻ പോവുകയാണ്. അതായത് മനുഷ്യൻ ചൊവ്വയിൽ കാലുകുത്താൻ പോവുകയാണ്. നാസയും ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും അടക്കം ധാരാളം സ്പേസ് ഏജൻസികൾ ചൊവ്വയിൽ മനുഷ്യനെ അയക്കുന്നതിനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ മനുഷ്യരെ ചൊവ്വയിൽ ഇറക്കും എന്നാണ് അവർ പറയുന്നത്. ഇനി വരാൻ പോകുന്നത് ചൊവ്വ പരിവേഷണത്തിൻ്റെ പുതിയ യുഗമാണ്. വരുന്ന വർഷങ്ങളിൽ മനുഷ്യൻ ചൊവ്വയിൽ തൊടുന്ന ആ കാഴ്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം. രാത്രിയിൽ ആകാശത്ത് തെളിയുന്ന അനേകം നക്ഷത്രങ്ങൾക്കിടയിൽ നല്ല പ്രകാശത്തിലും വലിപ്പത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചന്ദ്രനെയും ശുക്രനെയും പിന്നെ വ്യാഴത്തെയുമാണ്. അങ്ങനെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പല പുരാതന ഗ്രന്ഥങ്ങളിലും ജൂപ്പിറ്ററിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിലെ ആദ്യത്തെ 4 ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവയെല്ലാം റോക്കി പ്ലാനറ്റുകളാണ് എന്ന് നമുക്കറിയാം. അതായത് പാറകളും ലോഹങ്ങളും നിറഞ്ഞു കിടക്കുന്ന ഗ്രഹങ്ങൾ. ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള ഈ 4 ഗ്രഹങ്ങളെയും ഇന്നർ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. മറ്റ് 4 ഗ്രഹങ്ങളും വാതക ഭീമന്മാരും ഐസ് ജയന്റ് ഗ്രഹങ്ങളുമാണ്. അവയിൽ ആദ്യത്തെ ഗ്രഹവും സൗരയൂഥത്തിലെ 5ാമത്തേതും ഏറ്റവും വലുതുമായ വാതകം നിറഞ്ഞു കിടക്കുന്ന ഭീമൻ ഗ്രഹമാണ് ജൂപ്പിറ്റർ എന്ന വ്യാഴം. ഭൂമിയുടെ 318 ഇരട്ടിയാണ് ജൂപ്പിറ്ററിൻ്റെ വ്യാസം. ഏകദേശം 1,42,984 കിലോമീറ്റർ. 1400ഓളം ഭൂമികളെ വ്യാഴത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ഭീകര വലിപ്പമുള്ള ജൂപ്പിറ്റർ സൂര്യനിൽ നിന്നും 75 കോടി കിലോമീറ്റർ അകലത്തിലൂടെയാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. 12 വർഷത്തോളം സമയമെടുത്താണ് ജൂപ്പിറ്റർ ഒരു തവണ സൂര്യനെ വലം വയ്ക്കുന്നത്. ജൂപ്പിറ്ററിൻ്റെ ഭീകര വലിപ്പത്തെക്കുറിച്ചും മാസിനെക്കുറിച്ചും നമുക്കിപ്പോൾ ഒരു ധാരണ ലഭിച്ചു. ജൂപ്പിറ്ററിന് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ സൂര്യനൊഴികെയുള്ള മറ്റ് സകല വസ്തുക്കളും ചേർത്ത് വെച്ചാലും അതിൻ്റെ 2.5 ഇരട്ടിയിലും കൂടുതൽ മാസുള്ള ഈ ജൂപ്പിറ്റർ ഓരോ തവണ സൂര്യനെ വലം വയ്ക്കുമ്പോഴും സൂര്യനെ പിടിച്ചുലച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ജൂപ്പിറ്റർ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനത്തിന് സാരമായ ചലനം സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സൂര്യൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും മാസിൻ്റെ അടിസ്ഥാനത്തിൽ അവയ്ക്കിടയിലുള്ള ഒരു ബാരി സെൻറ്റർ എന്ന കോമൺ പോയിന്റിനെയാണ് അവർ വലം വയ്ക്കുന്നത്. എന്നാൽ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൂര്യൻ്റെ മാസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ബാരി സെൻറ്റർ സൂര്യനുള്ളിലായിരിക്കും. അതുകൊണ്ടാണ് മാസ് വളരെ കുറവായ ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ഭ്രമണം ചെയ്യുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവരെയെല്ലാം അപേക്ഷിച്ച് മാസ് വളരെ കൂടുതലുള്ള ജൂപ്പിറ്ററിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. സൂര്യൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കിടയിലുള്ള ഈ ബാരി സെൻറ്റർ സൂര്യന് പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വ്യാഴവും സൂര്യനും ഒരേപോലെ ആ ബാരി സെൻറ്ററിനെ വലം വയ്ക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഭീകരമായ വലിപ്പവും മാസും മൂലം ഒരു തവണ ഭ്രമണം ചെയ്ത് കഴിയുമ്പോഴേക്കും അത് സൂര്യനെയും പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഈ ജൂപ്പിറ്റർ നമ്മുടെ ഭൂമിയടക്കം പല ഗ്രഹങ്ങളെയും നിരന്തരം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മാസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിൽ അതിശക്തിയായ ഗുരുത്വാകർഷണ ബലവുമുണ്ട്. ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന പല ഉൽക്കകളെയും ബഹിരാകാശ വസ്തുക്കളെയുമെല്ലാം ജൂപ്പിറ്റർ തടയും. ഒരുപക്ഷെ സൗരയൂഥത്തിൽ ജൂപ്പിറ്റർ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭൂമി ഇന്ന് ഇതുപോലെ കാണുമോ എന്ന് പോലും സംശയമാണ്. തൻ്റെ മുന്നിലുള്ള ഗ്രഹങ്ങളെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സൗരയൂഥത്തെ ഇതുപോലെ നിലനിർത്തുന്ന ജൂപ്പിറ്ററിനെ ഒരു സംരക്ഷകനായും കാണാറുണ്ട്. ഒരു തവണ സൂര്യനെ ഭ്രമണം ചെയ്യുന്നതിന് 12 വർഷങ്ങളെടുക്കും എങ്കിലും സ്വന്തം അച്ചുതണ്ടിൽ ജൂപ്പിറ്റർ അമിത വേഗതയിലാണ് കറങ്ങുന്നത്. ജൂപ്പിറ്ററിലെ ഒരു ദിവസം എന്നത് 9 മണിക്കൂറും 50 മിനിറ്റുകളും മാത്രമാണ്. മറ്റൊരു ഗ്രഹത്തിനുമില്ലാത്ത വലിയൊരു പ്രത്യേകത നമ്മുടെ ജൂപ്പിറ്ററിനുണ്ട്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം സൂര്യനിൽ നിന്നും വരുന്ന ഊർജ്ജത്തെയാണ് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ജൂപ്പിറ്ററിൻ്റെ കാര്യം അങ്ങനെയല്ല. സൂര്യനിൽ നിന്നും വരുന്ന ഊർജ്ജത്തേക്കാൾ കൂടുതൽ ഊർജ്ജം ഗ്രഹത്തിനുള്ളിൽ നിന്നും പലതരത്തിൽ പുറത്തു വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ വാതകം മാത്രം നിറഞ്ഞു കിടക്കുന്നൊരു ഗ്രഹമാണോ ഈ ജൂപ്പിറ്റർ? അതിനുള്ളിൽ നിരന്തരം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെപ്പറ്റി എല്ലാം പഠിക്കുന്നതിനു വേണ്ടി 2011 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ജൂണോ എന്ന പേടകം വിക്ഷേപിച്ചു. ഒരു വട്ടം സൂര്യനെ വലം വെച്ച് വീണ്ടും ഭൂമിക്ക് സമീപത്തുകൂടെ സഞ്ചരിച്ച് 5 വർഷക്കാലത്തോളം എടുത്ത് 2016 ജൂപ്പിറ്ററിൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. വ്യാഴത്തിൻ്റെ തൊട്ടടുത്തെത്തിയ ജൂണോ ഈ വാതക ഭീമനെക്കുറിച്ചും മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ ജൂപ്പിറ്ററിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന അനേകം ഉപഗ്രഹങ്ങളെക്കുറിച്ചും
നമ്മൾ അന്ന് വരെ അറിയാത്ത ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. വാതക ഭീമനായ ഈ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏകദേശം 90% ഹൈഡ്രജനും 9% ഹീലിയവും മിച്ചമുള്ള 1% മറ്റു വാതകങ്ങളുമാണ്. ഏകദേശം 3000 കിലോമീറ്ററാണ് ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കട്ടി. വാതകം മാത്രം നിറഞ്ഞു കിടക്കുന്ന ഒരു ഗ്രഹമാണ് ജൂപ്പിറ്റർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം വാതകം നിറഞ്ഞു കിടക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്തോറും സമ്മർദ്ദം അതിശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം വാതകം ദ്രാവകമായി മാറും. ജൂപ്പിറ്ററിൽ ലിക്വിഡ് ഹൈഡ്രജൻ്റെ ഒരു മഹാസമുദ്രം തന്നെയുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് ജൂപ്പിറ്ററിനുള്ളിലെ ഈ ലിക്വിഡ് ഹൈഡ്രജൻ്റെ സമുദ്രം. ഈ സമുദ്രത്തിൽ നിന്നും വീണ്ടും ഉള്ളിലേക്ക് പോകുന്തോറും അതിശക്തിയേറിയ സമ്മർദ്ദം മൂലം ഈ ലിക്വിഡ് ഹൈഡ്രജൻ മെറ്റാലിക് ഹൈഡ്രജനായി മാറും. ജൂപ്പിറ്ററിൻ്റെ ഘടന പരിശോധിക്കുകയാണ് എങ്കിൽ ഉള്ളിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ മെറ്റാലിക് ഹൈഡ്രജനാണ്. അതിൻ്റെയും ഉള്ളിൽ 19700 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ലോഹനിർമ്മിതമായ കോറുണ്ട് എന്നാണ് നിഗമനം. അതായത് ജൂപ്പിറ്ററിൻ്റെ കോറിന് സൂര്യൻ്റെ ഉപരിതല താപനിലയേക്കാൾ 4 മടങ്ങോളം ചൂട് കൂടുതലാണ്. അങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കുന്ന ഈ ലോഹനിർമ്മിതമായ കോറും അതിനു പുറത്ത് മെറ്റാലിക് ഹൈഡ്രജനും മെറ്റാലിക് ഹൈഡ്രജന് പുറത്ത് ലിക്വിഡ് ഹൈഡ്രജൻ്റെ വലിയൊരു സമുദ്രവും ഏറ്റവും പുറത്ത് വാതകം നിറഞ്ഞു കിടക്കുന്ന പുറംപാളിയുമാണ് ജൂപ്പിറ്ററിനുള്ളത്. ഇത്രത്തോളം ഹൈഡ്രജൻ നിറഞ്ഞു കിടക്കുന്ന വാതക ഭീമനായ ഈ ജൂപ്പിറ്ററിന് എന്തുകൊണ്ടായിരിക്കും കത്തിജ്വലിക്കുന്ന ഒരു നക്ഷത്രമായി മാറാൻ സാധിക്കാത്തത്? നക്ഷത്രങ്ങളിലെ ഏറ്റവും കുഞ്ഞന്മാരായ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾക്ക് പോലും ജൂപ്പിറ്ററിനേക്കാൾ 70 മടങ്ങിലും കൂടുതൽ മാസുണ്ട്. ഒരു ചെറിയ നക്ഷത്രത്തേക്കാൾ വലിപ്പം കൂടുതലുണ്ട് എങ്കിലും നക്ഷത്രത്തെ വെച്ച് നോക്കുമ്പോൾ ജൂപ്പിറ്ററിന് മാസ് വളരെ കുറവാണ്. ജൂപ്പിറ്ററിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ജൂണോ പേടകം കണ്ട കാഴ്ചകളെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. 2017 ജൂപ്പിറ്ററിൽ നിന്നും 90,000 കിലോമീറ്റർ അകലത്തിലൂടെ ജൂണോ പറന്ന സമയത്ത് ഒരുപാട് നൂറ്റാണ്ടുകളോളമായി മനുഷ്യർ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ദ ഗ്രേറ്റ് ഡെഡ് സ്പോട്ടിൻ്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നു. ദ ഗ്രേറ്റ് ഡെഡ് സ്പോട്ട് എന്നത് 24,000 കിലോമീറ്ററോളം വലിപ്പമുള്ള ഭൂമിയുടെ ഇരട്ടിയിലും കൂടുതൽ വ്യാസമുള്ള വലിയൊരു ചുഴലിക്കാറ്റാണ്. കണ്ടെത്തിയ നാൾ മുതൽ ഇന്നുവരെ അതിൻ്റെ വലിപ്പത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നാളുകൾ കഴിയുന്തോറും അത് കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ അതിഭീകരമായ ധാരാളം ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തിൽ നിരന്തരം വീശിയടിക്കുന്നുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം അന്തരീക്ഷത്തിലുള്ള താപനില വ്യതിയാനവും ജൂപ്പിറ്ററിൻ്റെ അമിത വേഗതയിലുള്ള കറക്കവുമാണ്. നമ്മൾ അന്തരീക്ഷത്തെ പുറത്തു നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ചുഴലിക്കാറ്റുകളെല്ലാം അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഭൂമിയിലുള്ള അതിശക്തിയേറിയ ടെലസ്കോപ്പുകളുടെ സഹായത്തോടെ ഒരിക്കലും നമുക്ക് കാണുവാൻ സാധിക്കാത്ത ജൂപ്പിറ്ററിൻ്റെ ധ്രുവപ്രദേശങ്ങളുടെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മനോഹര കാഴ്ചകളെല്ലാം നമ്മെ കാണിച്ചതും ജൂണോ തന്നെയാണ്. ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജനും ഹീലിയത്തിനും പുറമെ അമോണിയയും മീഥേനുമുണ്ട്. അതിശക്തിയേറിയ സമ്മർദ്ദം മൂലം ഇവ തമ്മിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുകയും അതിൻ്റെ ഫലമായി കാർബൺ വേർതിരിയുകയും ചെയ്യും. ഭാരം കൂടിയ കാർബൺ അന്തരീക്ഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെയുള്ള അതിശക്തിയേറിയ സമ്മർദ്ദ നിമിത്തം ഈ കാർബൺ ഞെരിഞ്ഞമർന്ന് വജ്രമായി രൂപം പ്രാപിക്കുകയും വജ്രം മഴയായി പെയ്യുകയും ചെയ്യും. വ്യാഴത്തിൽ പെയ്യുന്നത് വജ്രമഴയാണ്. ഈ ജൂപ്പിറ്ററിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായ 95ഓളം നാച്ചുറൽ ഉപഗ്രഹങ്ങളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സൗരയൂഥത്തിലെ മറ്റൊരു ചെറിയ സൗരയൂഥം. അവയിൽ ഏറ്റവും വലുത് കാലിസ്റ്റോ, ഗാനിമേഡ്, യൂറോപ്യ, അയോ. ഈ 4 ഉപഗ്രഹങ്ങളെയും ഗലീലിയോ മൂൺസ് എന്നാണ് വിളിക്കുന്നത്. അതിനുള്ള കാരണം 16-ാം നൂറ്റാണ്ടിൽ ഗലീലിയോ ഗലീലിയാണ് ആദ്യമായി ഇവയെ കണ്ടെത്തുന്നത്. 2016 ജൂപ്പിറ്ററിൽ നിന്നും 50 ലക്ഷം കിലോമീറ്റർ അകലെ വെച്ച് ജൂണോ പകർത്തിയെടുത്ത ജൂപ്പിറ്ററിൻ്റെയും ഗലീലിയോ മൂൺസിൻ്റെയും ചിത്രമാണിത്. ഇവയിൽ ഏറ്റവും വലുത് ബുധനേക്കാളും വലിപ്പമുള്ള ഗാനിമേഡാണ്. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ജൂപ്പിറ്ററിൽ നിന്നും 18 ലക്ഷം കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ഗാനിമേഡ്. അയോ എന്ന ഉപഗ്രഹം അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളാലും ലാവയൊഴുകി നടക്കുന്ന വലിയ നദികളാലും നിറഞ്ഞ നരകതുല്യമായ ലോകമാണ്. ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ശാസ്ത്രലോകം നിരന്തരം പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹമാണ് യൂറോപ്യ. ഈ ഉപഗ്രഹങ്ങളെ കൂടാതെ ശനിയേക്കാളും വളരെ കട്ടി കുറഞ്ഞ നേർത്ത വളയങ്ങളും ജൂപ്പിറ്ററിനുണ്ട്. വോയേജർ എന്ന പേടകമാണ് ആദ്യമായി ഈ വളയങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നത്. സൂര്യനിൽ നിന്നും ഏകദേശം 143 കോടി കിലോമീറ്റർ അകലെ 6ാമത്തെ ഗ്രഹമായിട്ടാണ് ശനി സൂര്യനെ വലം വയ്ക്കുന്നത്.
വ്യാഴം കഴിഞ്ഞാൽ വലിപ്പത്തിൽ സൗരയൂഥത്തിലെ 2ാം സ്ഥാനക്കാരനായ ഈ ഗ്രഹം ഭൂമിയേക്കാൾ 9 ഇരട്ടി വ്യാസമുള്ള ഒരു വാതക ഭീമനാണ്. സൗരയൂഥത്തിലെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ ആദ്യത്തെ 4 ഗ്രഹങ്ങളും റോക്കി പ്ലാനറ്റുകളാണ്. എന്നാൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 4 ഗ്രഹങ്ങൾ വാതക ഭീമന്മാരാണ്. അതായത് ഖരരൂപത്തിലുള്ള ഉപരിതലമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന വലിയ ഗ്രഹങ്ങൾ. 700 ഭൂമികളെ ഉൾക്കൊള്ളാൻ തക്ക അത്ര വലിപ്പമുള്ള ശനിയുടെ വ്യാസം 1,16,000 കിലോമീറ്ററോളമാണ്. ഈ ഭീമൻ ഗ്രഹത്തെ മറ്റു സകല ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും സുന്ദരമാക്കുന്നതും അതിൻ്റെ ഇളം മഞ്ഞ നിറവും ചുറ്റിലും ഈ കാണുന്ന അനേകം വളയങ്ങളുമാണ്. മറ്റൊരു ഗ്രഹങ്ങൾക്കുമില്ലാത്ത ഇത്രത്തോളം വളയങ്ങൾ ഈ ശനിയുടെ ചുറ്റിലും എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാലം. അന്ന് ശനിക്ക് ചുറ്റും ഈ വളയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കാത്ത ശനിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു ഉപഗ്രഹമുണ്ടായിരുന്നു. 400 കിലോമീറ്റർ വ്യാസമുള്ള പൂർണ്ണമായും മഞ്ഞാൽ മൂടപ്പെട്ട ബ്രിട്ടാസ് എന്ന ഒരു ഉപഗ്രഹം. ശനിയുടെ തൊട്ടടുത്തുകൂടിയായിരുന്നു ബ്രിട്ടാസ് ശനിയെ വലം വെച്ചിരുന്നത്. അമിത വേഗതയിൽ വലം വെച്ചിരുന്ന ഈ ഉപഗ്രഹം ശനിയുടെ റോഷ് ലിഫ്റ്റിൻ്റെ സമീപത്തെത്തിച്ചേർന്നു. ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡി റോഷ് ലിഫ്റ്റിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ വലിയ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ശക്തിയിൽ അത് തകർന്നു പോകും. അങ്ങനെ ശനിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം റോഷ് ലിഫ്റ്റിൽ വെച്ച് ബ്രിട്ടാസ് എന്ന ഉപഗ്രഹം ഇരുവശങ്ങളിലേക്കുമായി മുറിഞ്ഞു. കോടാനുകോടിക്കണക്കിന് ചെറിയ ഐസ് കഷ്ണങ്ങളായി അത് തകർന്നുപോയി. ഈ പദാർത്ഥങ്ങളെല്ലാം ബ്രിട്ടാസ് ഉപഗ്രഹം ശനിയെ വലം വെച്ചിരുന്ന അതേ വേഗതയിൽ ശനിക്ക് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവ ശനിക്ക് ചുറ്റും പൂർണ്ണമായ വളയങ്ങളായി മാറുകയും ചെയ്തു. ആദ്യം ഒരൊറ്റ വളയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാലങ്ങൾ കഴിയുന്തോറും അവ പല പല വളയങ്ങളായി മാറി. രൂപം കൊണ്ട സമയത്ത് ഈ വളയങ്ങൾക്ക് ഇന്നത്തേതിനേക്കാൾ വലിപ്പവും മാസും തിളക്കവും എല്ലാം ഉണ്ടായിരുന്നു. ഈ വളയങ്ങൾക്കിടയിൽ പദാർത്ഥങ്ങളില്ലാത്ത ചില പ്രദേശങ്ങളുമുണ്ട്. ശനിയുടെ സമീപത്തു നിന്നും മറ്റേ അറ്റം വരെയുള്ള ഈ വളയങ്ങളുടെ ദൂരം എന്നത് 2,82,000 കിലോമീറ്ററോളമാണ്. എന്നാൽ അതിൻ്റെ കനം വെറും 10 മീറ്റർ മാത്രമേ ഉള്ളൂ. കാലങ്ങൾ കഴിയുന്തോറും ശനിക്ക് തൊട്ടടുത്തുള്ള വളയങ്ങളിലെ പദാർത്ഥങ്ങൾ ശനിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം ഉപരിതലത്തിലേക്ക് ഒരു മഴ പോലെ വീഴുകയും മറ്റു പദാർത്ഥങ്ങളുടെ നിറം മങ്ങി വരികയും ചെയ്യുന്നുണ്ട്. ഈ വളയങ്ങളെ നമ്മൾ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ശനിയോട് ഏറ്റവും ചേർന്ന ആദ്യത്തെ 8,000 കിലോമീറ്റർ വരെ വീതിയുള്ള വളയങ്ങളെ ഡി റിംഗ് എന്നാണ് വിളിക്കുന്നത്. മറ്റു വളയങ്ങളെ അപേക്ഷിച്ച് തിളക്കം കുറവുള്ള ഈ ഒരു പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നത് ചെറിയ പാറക്കല്ലുകളും അനേകം പൊടിപടലങ്ങളുമാണ്. അടുത്തത് 17,500 കിലോമീറ്റർ വരെ വീതിയുള്ള സി റിംഗ് ആണ്. ഡി റിങ്ങിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ തിളക്കമുള്ള ഈ ഭാഗത്ത് 2 മീറ്റർ വരെ വലിപ്പമുള്ള പാറക്കല്ലുകളും പൊടിപടലങ്ങളുമാണ് ഉള്ളത്. അടുത്തതാണ് ഈ വളയങ്ങളിലെ ഏറ്റവും വലിയ ഭാഗം, ബി റിംഗ്. ബി റിങ്ങിൻ്റെ വീതി 26,000 കിലോമീറ്ററോളമാണ്. 10 മീറ്റർ വരെ വലിപ്പമുള്ള വലിയ പാറക്കല്ലുകളാണ് ഈ പ്രദേശത്ത് നിറഞ്ഞു കിടക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ അതിർത്തിയിൽ ഏകദേശം 2,000 കിലോമീറ്ററോളം ഉയരമുള്ള വലിയ മൺകൂനകൾ പോലെയുള്ള ഒരു ഭാഗമുണ്ട്. മറ്റു വളയങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും തിളക്കം കൂടിയത് ഈ ബി റിംഗ് ആണ്. ഇത് കഴിഞ്ഞുള്ള ഭാഗമാണ് എ റിംഗ്. 10 മീറ്ററിലും കൂടുതൽ വലിപ്പമുള്ള വലിയ പാറക്കല്ലുകളും പൊടിപടലങ്ങളുമാണ് ഈ റിങ്ങിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയും വളയങ്ങളാണ് സാധാരണ നമുക്ക് കാണുവാൻ സാധിക്കുക. എന്നാൽ ഇതിനപ്പുറത്ത് വീണ്ടും കുറച്ച് റിങ്ങുകളുണ്ട്. അവയെ യഥാക്രമം FGE റിങ്ങുകൾ എന്നാണ് വിളിക്കുന്നത്. ശനിയുടെ ഈ വളയങ്ങളെ നമ്മളിത്ര വ്യക്തമായി കണ്ടതും വിശദമായി പഠിച്ചതുമെല്ലാം 1997 ഒക്ടോബർ മാസം 15-ാം തീയതി വിക്ഷേപിച്ച കസീനി എന്ന ബഹിരാകാശ പേടകത്തിലൂടെയാണ്. നീണ്ട 7 വർഷക്കാലത്തോളം സഞ്ചരിച്ച് 2004 ജൂൺ മാസം 30-ാം തീയതി ശനിയുടെ സമീപത്തെത്തിയ കസീനി അടുത്ത 10 വർഷക്കാലത്തോളം ശനിയെപ്പറ്റിയും ശനിയുടെ വളയങ്ങളെപ്പറ്റിയും ശനിക്ക് ചുറ്റിലുമുള്ള ഉപഗ്രഹങ്ങളെപ്പറ്റിയുമെല്ലാം നമ്മൾ അന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന അനേകം ചിത്രങ്ങളും അയച്ചു തന്നു. ഈ വാതക ഭീമൻ ഗ്രഹത്തിൽ 95% കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ ഡെൻസിറ്റി എന്നത് വളരെ കുറവാണ്. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ ഗ്രഹമാണ് ശനി. സാറ്റേൺ ഒരു വാതക ഭീമൻ ഗ്രഹമാണ് എങ്കിലും ഈ ഗ്രഹത്തിനുള്ളിൽ വാതകം മാത്രമേ ഉള്ളൂ എന്ന് പറയുവാൻ സാധിക്കുകയില്ല.
കാരണം വാതകം നിറഞ്ഞു കിടക്കുന്ന ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോകുന്തോറും അതിശക്തിയായ സമ്മർദ്ദമായിരിക്കും. അതിൻ്റെ ഫലമായി ഹൈഡ്രജൻ വാതകം ദ്രാവകമായി മാറും. മറ്റൊരർത്ഥത്തിൽ പറയുകയാണ് എങ്കിൽ ശനിക്കുള്ളിൽ ലിക്വിഡ് ഹൈഡ്രജൻ നിറഞ്ഞു കിടക്കുന്ന വലിയ സമുദ്രം തന്നെയുണ്ട്. വീണ്ടും താഴേക്ക് പോകുമ്പോൾ ലിക്വിഡ് ഹൈഡ്രജന് താഴെ ഖരരൂപത്തിലുള്ള ഹൈഡ്രജൻ ലോഹവും അതിനു താഴെ ലോഹനിർമ്മിതമായ കോറുമുണ്ട് എന്നാണ് നിഗമനം. ഈ കോറിൻ്റെ താപനില 11,000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ്. അതായത് ശനിയിലുള്ളത് ചുട്ടുപഴുത്ത് കിടക്കുന്ന ലോഹനിർമ്മിതമായ കോറും അതിനു പുറത്ത് ലോക ഹൈഡ്രജൻ പാളിയും അതിനു പുറത്ത് ആഴത്തിലുള്ള ദ്രാവക ഹൈഡ്രജൻ പാളിയും ഏറ്റവും പുറത്ത് വാതകം നിറഞ്ഞു കിടക്കുന്ന പുറം പാളിയുമാണുള്ളത്. ശനിയുടെ അന്തരീക്ഷത്തിൽ ധാരാളം അമോണിയ ക്രിസ്റ്റലുകളുണ്ട്. ഈ അമോണിയ ക്രിസ്റ്റലുകളാണ് ശനിക്ക് ഇളം മഞ്ഞ നിറം നൽകുന്നത്. അമോണിയ കൂടാതെ ധാരാളം മീഥേനും ശനിയുടെ അന്തരീക്ഷത്തിലുണ്ട്. അതിശക്തിയേറിയ സമ്മർദ്ദം മൂലം അമോണിയയും മീഥേനും തമ്മിൽ രാസപ്രവർത്തനം നടക്കുകയും അതിൻ്റെ ഫലമായി കാർബൺ വേർതിരിയുകയും ചെയ്യും. കാർബണിന് ഭാരം കൂടുതലായതിനാൽ അന്തരീക്ഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുകയും ആഴങ്ങളിലെ ശക്തിയേറിയ സമ്മർദ്ദം മൂലം ഈ കാർബൺ ഞെരിഞ്ഞമർന്ന് വജ്രമായി രൂപം പ്രാപിക്കുകയും ചെയ്യും. ഈ വജ്രം മുഴുവൻ അവിടെ മഴയായി പെയ്യും. ശനിയിൽ പെയ്യുന്നത് വജ്രമഴയാണ്. ഇളം മഞ്ഞ നിറമുള്ള ഈ ശനിയുടെ പ്രതലത്തിൽ നമുക്ക് ധാരാളം വരകൾ കാണാൻ സാധിക്കും. ശനിയിൽ വീശിയടിക്കുന്ന അതിശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായാണ് ഈ വരകൾ രൂപപ്പെടുന്നത്. അതിശക്തമായ കാറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 1800 കിലോമീറ്റർ വരെയാണ് ശനിയിലെ കാറ്റിൻ്റെ വേഗത. ശനിയിൽ വീശിയടിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ ചിത്രം 2011 കസീനി പേടകം പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ വലിയ കൊടുങ്കാറ്റിനെ ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ വലിയ കൊടുങ്കാറ്റിൻ്റെ വേഗത 1000 km/hലും കൂടുതലാണ്. 30 വർഷത്തിൽ ഒരിക്കലാണ് ഈ കൊടുങ്കാറ്റ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും ഒരിക്കലും നിലയ്ക്കാത്ത വലിയ ചുഴലിക്കാറ്റുകളുണ്ട്. ദക്ഷിണ ധ്രുവത്തിൽ വൃത്താകൃതിയിൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഉത്തര ധ്രുവത്തിലെ ചുഴലിക്കാറ്റിൻ്റെ ആകൃതി വളരെ വിചിത്രമാണ്. 6 വശങ്ങളുള്ള ഷഡ്ഭുജ ആകൃതിയിലാണ് ആ ചുഴലിക്കാറ്റ് അവിടെ വീശിയടിക്കുന്നത്. ഈ ചുഴലിക്കാറ്റിന് നമ്മുടെ ഭൂമിയേക്കാൾ വലിപ്പമുണ്ട്. ഈ കൊടുങ്കാറ്റുകൾ കൂടാതെ വലിയ ഇടിമിന്നലുകളും ശനിയിലുണ്ടാകാറുണ്ട്. നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന ഇടിമിന്നലിൻ്റെ 1000 മടങ്ങിലും കൂടുതൽ വ്യാപ്തിയുള്ള വലിയ മിന്നലുകൾ കസീനി പേടകം പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഭൂമിയിലേതുപോലെ തന്നെ ശനിക്കും ഒരു കാന്തിക മണ്ഡലമുണ്ട്. സൂര്യനിൽ നിന്നും വരുന്ന വലിയ സൗരക്കാറ്റിനെ അത് തടഞ്ഞു നിർത്തും. എന്നാൽ നമ്മുടെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തേക്കാൾ വളരെ ദുർബലമാണ്. ശനിയുടെ ആകാശത്തുകൂടെ നീണ്ട 10 വർഷക്കാലത്തോളം സഞ്ചരിച്ച് ശനിയുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് നമുക്ക് പറഞ്ഞു തന്ന ശേഷം 2017 സെപ്റ്റംബർ മാസം 15-ാം തീയതി കസീനി സാറ്റേണിൻ്റെ ഭാഗമായി മാറി. നമ്മൾ കണ്ട ഈ കാഴ്ചകളും മനസ്സിലാക്കിയ കാര്യങ്ങളുമെല്ലാം ഈ ലോകത്തിന് പറഞ്ഞു തന്നത് കസീനിയാണ്. ഈ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴവും ശനിയും കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ 3-ാം സ്ഥാനക്കാരനാണ് യുറാനസ്. സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 7-ാം സ്ഥാനത്താണ് യുറാനസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സൂര്യനിൽ നിന്നും ഒരുപാട് അകലത്തിൽ, ശരാശരി 19.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലം. ആ ദൂരം എത്രമാത്രമാണ് എന്ന് നമുക്ക് നോക്കാം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തെയാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് സൂര്യനിൽ നിന്നും 14.7 കോടി കിലോമീറ്ററുകൾ അകലെയാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ ദൂരത്തിൻ്റെ 19 ഇരട്ടി അകലെയാണ് യുറാനസ് നിലനിൽക്കുന്നത്. അതായത് സൂര്യനിൽ നിന്നും ശരാശരി 204 കോടി കിലോമീറ്ററുകൾ. സൂര്യനിൽ നിന്നും ഇത്രയും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹം തണുത്തു മരവിച്ച അവസ്ഥയിലാണുള്ളത്. സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനേക്കാളും കുറഞ്ഞ താപനിലയാണ് യുറാനസിലുള്ളത്. അതായത് സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ലോകം യുറാനസാണ്. യുറാനസിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില -224 ഡിഗ്രി സെൽഷ്യസോളമാണ്. അതായത്
നെപ്റ്റ്യൂണിനേക്കാളും 10 ഡിഗ്രി സെൽഷ്യസ് കുറവ്. ഈ തണുത്ത ലോകത്തെ നമുക്കൊരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയേയില്ല. യുറാനസിനെ കാണണമെങ്കിൽ ഒരു ടെലസ്കോപ്പിൻ്റെ സഹായം അത്യാവശ്യമാണ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കണ്ടെത്തിയ ഗ്രഹമാണിത്. 1781 വില്യം ഹെർഷൻ എന്ന ജർമ്മൻ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഈ നീലലോകത്തെ കണ്ടെത്തുന്നത്. എന്നാൽ അന്ന് യുറാനസ് ഒരു വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാലങ്ങൾ കഴിയുന്തോറും സൗരയൂഥത്തിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹമാണ് അത് എന്ന് സ്ഥിരീകരിച്ചു. റോമൻ ദേവന്മാരുടെ പേര് നൽകിയിരിക്കുന്ന മറ്റ് 7 ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഈ ഗ്രഹത്തിന് ഗ്രീക്ക് പുരാണത്തിലെ ആകാശത്തിൻ്റെ ദേവനായ ഔറാനോസിൻ്റെ ലാറ്റിൻ പദമായ യുറാനസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. യുറാനസിൻ്റെ വലിപ്പം 50,724 കിലോമീറ്ററുകളാണ്. അതായത് ഭൂമിയേക്കാളും 4 ഇരട്ടി വലിപ്പം. 63 ഭൂമികളെ യുറാനസിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി യുറാനസിൻ്റെ മാസ് നോക്കുകയാണ് എങ്കിൽ സൗരയൂഥത്തിൽ ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന 4 ഭീമൻ ഗ്രഹങ്ങളിൽ ഏറ്റവും മാസ് കുറഞ്ഞ ഗ്രഹമാണ് യുറാനസ്. ഭൂമിയുടെ 14.5 മടങ്ങ് മാസാണ് യുറാനസിനുള്ളത്. എന്നാൽ യുറാനസിനേക്കാളും വലിപ്പം കുറഞ്ഞ സൗരയൂഥത്തിൻ്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂണിന് ഭൂമിയുടെ 17 ഇരട്ടിയോളം മാസുണ്ട്. ഈ ഗ്രഹത്തിൻ്റെ ഭീകര വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലം നമ്മുടെ ഭൂമിയേക്കാളും ഒരുപാട് കുറവാണ്. ഈ തണുത്ത് മരവിച്ച ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഭ്രമണപഥവും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന രീതിയുമാണ്. യുറാനസിനെ കണ്ടുപിടിച്ച സമയത്ത് സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമാണ് ഇത് എന്നായിരുന്നു ജ്യോതിശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ മറ്റ് 6 ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ഭ്രമണപഥമാണ് യുറാനസിനുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഭ്രമണപഥത്തിൻ്റെ അസ്വാഭാവികതയെപ്പറ്റി അവർ ചിന്തിച്ചത്. അപ്പോൾ അവർക്ക് മനസ്സിലായി സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹം യുറാനസ് അല്ല എന്നും ഇതിനും അപ്പുറത്ത് മറ്റൊരു വലിയ ഗ്രഹം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നും അതിൻ്റെ ഗുരുത്വാകർഷണത്തിൻ്റെ വലയത്തിൽ പെടുന്നതുകൊണ്ടാണ് യുറാനസിൻ്റെ ഭ്രമണപഥം കൃത്യമായി നിർവചിക്കാൻ സാധിക്കാത്തത് എന്നും. അങ്ങനെ യുറാനസിൻ്റെ സ്ഥാനം വെച്ച് മാത്തമാറ്റിക്കൽ ഡെറിവേഷനുകൾ മാത്രം ഉപയോഗിച്ച് ആദ്യമായി ഒരു ഗ്രഹത്തിൻ്റെ സ്ഥാനം വളരെ കൃത്യമായി ജ്യോതിശാസ്ത്രജ്ഞന്മാർ പ്രവചിച്ചു. അതാണ് സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ. യുറാനസിൻ്റെ മറ്റൊരു പ്രത്യേകത അത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന രീതിയാണ്. അതായത് നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരൽപ്പം ചരിഞ്ഞ അവസ്ഥയിലാണ് കറങ്ങുന്നത് എന്ന് നമുക്കറിയാം. ഭൂമിയുടെ ഈ ആക്സിയൽ ടിൽറ്റ് 23.5 ഡിഗ്രിയാണ്. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും ഇതുപോലെ നിവർന്ന് ഒരൽപ്പം ചരിഞ്ഞാണ് സ്വയം കറങ്ങുന്നത്. അതായത് ഒരു പമ്പരം കറങ്ങുന്നത് പോലെ. എന്നാൽ യുറാനസിൻ്റെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. യുറാനസ് തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് 98 ഡിഗ്രിയോളം ചരിഞ്ഞാണ്. 98 ഡിഗ്രിയാണ് യുറാനസിൻ്റെ ആക്സിയൽ ടിൽറ്റ്. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും യുറാനസിനെ തികച്ചും വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു അവസ്ഥയാണ്. കാരണം മറ്റു ഗ്രഹങ്ങളെപ്പോലെ യുറാനസ് സൂര്യനെ ബലം വയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇത് സൂര്യന് ചുറ്റും ഉരുളുകയാണ്. യുറാനസിൻ്റെ ഈ ആക്സിയൽ ടിൽറ്റ് ഉണ്ടാകാനുള്ള കാരണം നിവർന്നു നിന്നിരുന്ന യുറാനസിനെ മറ്റൊരു വലിയ ഗ്രഹം വന്ന് ഇടിച്ചതാകാം എന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ധ്രുവപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് യുറാനസിനാണ്. എന്നാൽ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് യുറാനസിൻ്റെ ധ്രുവങ്ങളിലല്ല താപനില കൂടുതലുള്ളത്. ധ്രുവങ്ങളെക്കാൾ താരതമ്യേന താപനില കൂടുതലുള്ളത് യുറാനസിൻ്റെ ഇക്വേറ്ററിലാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും എന്ന് ഇന്നും പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ യുറാനസിന് ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിത്തീരുന്നതിന് 17 മണിക്കൂറുകളും 14 മിനിറ്റുകളും മാത്രം മതി. അതായത് യുറാനസിൻ്റെ ഒരു ദിവസം എന്നത് ഭൂമിയിലെ 17 മണിക്കൂറുകൾ മാത്രമാണ്. ഖരരൂപത്തിലുള്ള ഉപരിതലമില്ലാത്ത വാതക ഭീമന്മാരായ വ്യാഴവും ശനിയും സ്വന്തം അച്ചുതണ്ടിൽ അമിത വേഗതയിലാണ് കറങ്ങുന്നത്. ഐസും വാതകവും മാത്രം നിറഞ്ഞു കിടക്കുന്ന യുറാനസിൻ്റെ വേഗതയും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. ഇത്രത്തോളം വേഗതയുള്ളതുകൊണ്ട് തന്നെ യുറാനസിൽ കാറ്റ് അതിശക്തിയായി വീശിയടിക്കാറുണ്ട്. മണിക്കൂറിൽ ഏകദേശം 900 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. എങ്കിലും വ്യാഴത്തേക്കാളും ശനിയേക്കാളും ശാന്തമായൊരു ഗ്രഹമാണ് യുറാനസ്. ഇതുപോലെ സൂര്യന് ചുറ്റും ഉരുണ്ടുകൊണ്ട് ഒരു തവണ ചുറ്റി വരുവാൻ യുറാനസിന് വേണ്ടി വരുന്നത് 84 വർഷങ്ങളാണ്. അതായത് യുറാനസിലെ ഒരു വർഷം എന്നത്
ഏകദേശം ഭൂമിയിലെ ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്തുവരെ വരും. മാത്രമല്ല യുറാനസിൻ്റെ 98 ഡിഗ്രി ആക്സിയൽ ടിൽറ്റ് മൂലം ഇതിൽ 42 വർഷവും ഒരു ധ്രുവത്തിൽ പകലായിരിക്കും, മറ്റേ ധ്രുവത്തിൽ അത്രയും കാലം ഇരുട്ടുമായിരിക്കും. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് യുറാനസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് യുറാനസിൻ്റെ സ്ട്രക്ചർ നോക്കാം. യുറാനസിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹൈഡ്രജനാണ്. അന്തരീക്ഷത്തിൻ്റെ 82% നിറഞ്ഞു നിൽക്കുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. 15% ഹീലിയവും മിച്ചമുള്ള 2% മീഥേനും മറ്റു ഗ്യാസുകളുമാണ്. യുറാനസിൻ്റെ മനോഹരമായ ഈ മങ്ങിയ നീലനിറത്തിന് കാരണം അതിൻ്റെ അന്തരീക്ഷത്തിൽ 2% നിലനിൽക്കുന്ന മീഥെയിനാണ്. മീഥെയിൻ പ്രകാശത്തിൻ്റെ ചുവന്ന നിറത്തെ ആഗിരണം ചെയ്യുകയും നീലനിറത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗ്രഹം നീലനിറത്തിൽ കാണപ്പെടുന്നത്. ഈ അന്തരീക്ഷത്തിൽ ജലവും അമോണിയയും ക്രിസ്റ്റൽ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഗ്രഹത്തിൻ്റെ മാൻഡ്രിൽ ഭാഗത്താണ്. കോറിന് ചുറ്റും ദ്രാവക രൂപത്തിലുള്ള മാൻഡ്രിൽ ഭാഗത്ത് ജലവും അമോണിയയും മീഥെയിനും നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും തണുത്തു മരവിച്ച ഈ യുറാനസിൻ്റെ ഏറ്റവും ചൂട് കൂടിയ ഭാഗം മാൻഡ്രിലാണ്. മാൻഡ്രിലിൽ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസോളം ചൂട് വരും. മാൻഡ്രിലിനുള്ളിൽ കോറാണ്. യുറാനസിൻ്റെ കോറ് ഭൂമിയുടെ കോറിനേക്കാൾ ഒരുപാട് ചെറുതായിരിക്കും. സിലിക്കേറ്റ് നിറഞ്ഞ പാറക്കല്ല് പോലെയാണ് കോറിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ മീഥെയിനും അമോണിയ ക്രിസ്റ്റലുകളും ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിശക്തിയേറിയ സമ്മർദ്ദം മൂലം ഇവ തമ്മിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുകയും അതിൻ്റെ ഫലമായി കാർബൺ വേർതിരിയുകയും ഭാരം കൂടിയ കാർബൺ അന്തരീക്ഷത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിച്ചെല്ലുകയും മാൻഡ്രിലിൽ എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള അതിശക്തിയേറിയ സമ്മർദ്ദം മൂലം ഈ കാർബൺ മുഴുവൻ ഞെരിഞ്ഞമർന്ന് വജ്രമായി രൂപം പ്രാപിക്കുകയും ചെയ്യും. ഈ വജ്രം മുഴുവൻ അവിടെ മഴയായി പെയ്യും. യുറാനസിനുള്ളിൽ പെയ്യുന്നത് വജ്രമഴയാണ്. ശനിയിലേക്ക് വരെ നമ്മൾ ബഹിരാകാശ പേടകങ്ങളെ അയച്ചിട്ടുണ്ട് എങ്കിലും യുറാനസിലേക്ക് മാത്രമായി ഒരു ബഹിരാകാശ പേടകങ്ങളും നമ്മൾ അയച്ചിട്ടില്ല. സൗരയൂഥത്തിൻ്റെ പുറത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട വോയേജർ 2 എന്ന പേടകം മാത്രമാണ് യുറാനസിന് സമീപത്തെത്തിയിട്ടുള്ളത്. 1977 വിക്ഷേപിക്കപ്പെട്ട വോയേജർ 2 നീണ്ട 9 വർഷക്കാലത്തെ യാത്രകൾ കഴിഞ്ഞ് 1986 യുറാനസിനെ സമീപിക്കുന്നത്. യുറാനസിൻ്റെ അടുത്തെത്തി എന്ന് പറഞ്ഞാൽ യുറാനസിൽ നിന്നും 81,500 കിലോമീറ്റർ അകലത്തിൽ. ഈ വോയേജർ 2 എന്ന പേടകത്തിലൂടെയാണ് സൂര്യനു ചുറ്റും ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിചിത്ര ഗ്രഹത്തെ നമ്മൾ ആദ്യമായി കാണുന്നത്. വലയങ്ങളാൽ സുന്ദരിയായ ശനിയെപ്പോലെ നീലനിറമുള്ള ഈ ഗ്രഹത്തിനും ചുറ്റും വലയങ്ങളുണ്ട്. നാളിതുവരെ യുറാനസിന് ചുറ്റും 13 വലയങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇരുണ്ടതും കട്ടി കുറഞ്ഞതുമായ ഈ വലയങ്ങളെ ശനിയുടെ വലിയ വലയങ്ങളുമായി താരതമ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വളരെ ചെറിയ ഐസ് കട്ടകളും പാറക്കല്ലുകളും നിറഞ്ഞതാണ് ഈ വലയങ്ങൾ. ഇവയ്ക്ക് ഏതാനും കിലോമീറ്ററുകൾ വരെ മാത്രമേ വലിപ്പമുള്ളൂ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യുറാനസിൻ്റെ അടുത്തുകൂടെ വലം വെച്ചുകൊണ്ടിരുന്ന ചില ഉപഗ്രഹങ്ങൾ യുറാനസിൻ്റെ സമീപത്തേക്ക് എത്തുകയും റോഷ് ലിമിറ്റിലെത്തി അവ തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെ തകർന്ന് കോടാനുകോടി പൊടിപടലങ്ങളായി മാറിയ അവ യുറാനസിന് ചുറ്റും വീണ്ടും വലം വയ്ക്കാൻ തുടങ്ങി. ചെറിയ ഐസ് കട്ടകളും പാറക്കല്ലുകളും അടങ്ങുന്ന ഈ പൊടിപടലങ്ങളെയാണ് നമ്മൾ യുറാനസിന് ചുറ്റും വലയങ്ങളായി കാണുന്നത്. വളരെയേറെ കട്ടി കുറഞ്ഞതും ഇരുണ്ടതുമായ ഈ വലയങ്ങളെ ഒരുപാട് അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയേയില്ല. യുറാനസിന് ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ അനേകം ഉപഗ്രഹങ്ങളും വലം വയ്ക്കുന്നുണ്ട്. നാളിതുവരെ യുറാനസിൻ്റെ 27 ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. യുറാനസിന് തൊട്ടടുത്തുകൂടെ വലം വയ്ക്കുന്നവ, വലിപ്പം കൂടിയവ, പ്രത്യേക ആകൃതി ഇല്ലാത്തവ, ഇങ്ങനെ 3 തരങ്ങളായിട്ടാണ് ഈ ഉപഗ്രഹങ്ങളെ പ്രധാനമായും തിരിച്ചിരിക്കുന്നത്. വലയങ്ങൾക്ക് ഏറ്റവും അടുത്തുകൂടെ സ്ഥിതി ചെയ്യുന്ന 13 ചെറിയ ഉപഗ്രഹങ്ങളെയാണ് ഇന്നർ മൂൺസ് എന്ന് വിളിക്കുന്നത്. യുറാനസിന് ഏറ്റവും വലിപ്പം കൂടിയ 5 ഉപഗ്രഹങ്ങളാണുള്ളത്. ഇവയെ മേജർ മൂൺസ് എന്ന് വിളിക്കും. മിറാണ്ട, ഏരിയൽ, അബ്രിയൽ, ടൈറ്റാനിയ, ഓംബറോൺ. സൗരയൂഥത്തിൽ തന്നെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന യുറാനസിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. ഇതിന് ഏകദേശം നമ്മുടെ ചന്ദ്രൻ്റെ പകുതിയോളം വലിപ്പമുണ്ട്. മിച്ചമുള്ളത് 9 ഉപഗ്രഹങ്ങളാണ്. അവ യുറാനസിൽ നിന്നും ഒരുപാട് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി ആകൃതിയില്ലാത്ത ഇറഗുലർ മൂൺസ് എന്നാണ് ഇവയെ പറയുന്നത്.
യുറാനസിനെ പോലെ തന്നെ ഉപഗ്രഹങ്ങളുടെ എല്ലാം ആക്സിയൽ ടിൽറ്റ് ഏകദേശം 95 ഡിഗ്രിയോളം വരും. അതായത് യുറാനസ് സൂര്യന് ചുറ്റും ഉരുളുന്നത് പോലെ ഈ ഉപഗ്രഹങ്ങളെല്ലാം യുറാനസിന് ചുറ്റും ഉരുളുകയാണ് ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 8ാമതും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏകദേശം 30 ആസ്ട്രോണമിക്കൽ ദൂരം അകലത്തിലാണ് നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള അകലത്തിൻ്റെ 30 ഇരട്ടി ദൂരം, ഏകദേശം 450 കോടി കിലോമീറ്റർ അകലത്തിലൂടെ. സൂര്യനിൽ നിന്നും ഇത്രത്തോളം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹം തണുത്ത് മരവിച്ച അവസ്ഥയിലാണുള്ളത്. നമുക്കൊരിക്കലും നെപ്റ്റ്യൂണിനെ ഭൂമിയിൽ നിന്നുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നത് ശനി ഗ്രഹത്തെ വരെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിശക്തിയേറിയ ടെലസ്കോപ്പുകളുടെ സഹായത്തോടെ മാത്രമാണ് നെപ്റ്റ്യൂണിനെ നമ്മൾ കണ്ടെത്തിയത്. 1846 സെപ്റ്റംബർ മാസം 23-ാം തീയതി 3 ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നാണ് ആദ്യമായി ഈ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. സൗരയൂഥത്തിലെ 8ാമത്തേതും അവസാനത്തേതുമായ ഈ ഗ്രഹം സൂര്യനിൽ നിന്നും ഇത്രത്തോളം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ടെത്തിയ സമയത്ത് നമുക്കധികമൊന്നും നെപ്റ്റ്യൂണിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. യുറാനസിൻ്റെ ഭ്രമണപഥത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഗണിതശാസ്ത്രത്തിലെ ഇക്വേഷനുകൾ മാത്രം ഉപയോഗിച്ച് നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം വളരെ കൃത്യമായി തന്നെ നിർവചിച്ചിരുന്നു. അങ്ങനെ കണ്ടെത്തിയ സൗരയൂഥത്തിലെ ഒരേ ഒരു ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിനെ നമ്മൾ തൊട്ടടുത്ത് കണ്ടതും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതുമെല്ലാം സൗരയൂഥത്തിന് പുറത്തേക്ക് വിക്ഷേപിച്ച വോയേജർ 2 എന്ന പേടകം നീണ്ട 13 വർഷക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ നെപ്റ്റ്യൂണിൻ്റെ സമീപത്ത് എത്തിയപ്പോഴാണ്. തണുത്ത് കിടക്കുന്ന ഈ ഐസ് ഭീമന് നമ്മുടെ ഭൂമിയുടെ 17 മടങ്ങിലും കൂടുതൽ മാസുണ്ട്. 49,528 കിലോമീറ്ററോളം വ്യാസമുള്ള നെപ്റ്റ്യൂണിന് നമ്മുടെ ഭൂമിയുടെ 57 മടങ്ങ് വലിപ്പമുണ്ട്. ഈ ഗ്രഹത്തിലെ 80% ഹൈഡ്രജനാണ്. മിച്ചമുള്ളതിൽ 19% ഹീലിയവും ബാക്കിയുള്ള 1% മീഥേനുമാണ്. ഈ വലിയ ഗ്രഹത്തിന് സൂര്യന് ചുറ്റും ഒരു തവണ വലം വയ്ക്കുന്നതിന് വേണ്ടി വരുന്നത് ഭൂമിയിലെ 165 വർഷങ്ങളാണ്. അതായത് നെപ്റ്റ്യൂണിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ 165 വർഷങ്ങളാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നെപ്റ്റ്യൂണിനെ നമ്മൾ ആദ്യമായി കണ്ടെത്തിക്കഴിഞ്ഞ് 1 വർഷം മാത്രമേ നെപ്റ്റ്യൂണിൽ ഇന്നേ വരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇത്രമാത്രം സമയമെടുത്ത് സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഈ നെപ്റ്റ്യൂൺ സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ ഭ്രമണം ചെയ്യുന്നതിന് ഭൂമിയിലെ 16 മണിക്കൂറുകൾ മാത്രം മതി. -235 ഡിഗ്രി സെൽഷ്യസാണ് നെപ്റ്റ്യൂണിൻ്റെ ശരാശരി താപനില. സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണെങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ അല്ല. അത് സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹമായ യുറാനസ് ആണ്. നെപ്റ്റ്യൂണിലെ താപനിലയേക്കാളും 10 ഡിഗ്രി സെൽഷ്യസ് താപനില കുറവാണ് യുറാനസിൽ. നെപ്റ്റ്യൂൺ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഏകദേശം ഭൂമിയുടെ അത്രയും തന്നെ ആക്സിയൽ ടിൽറ്റിലാണ്. 28 ഡിഗ്രി ചെരിവിലാണ് നെപ്റ്റ്യൂൺ സ്വയം കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂണിൽ ഏകദേശം ഭൂമിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഋതുഭേദങ്ങൾ സംഭവിക്കാറുണ്ട്. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ യുറാനസ് ഒഴികെ മെർക്കുറി മുതൽ സാറ്റേൺ വരെയുള്ള ഗ്രഹങ്ങൾക്ക് റോമൻ പുരാണങ്ങളിലെ ദേവന്മാരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. യുറാനസിന് മാത്രം ഗ്രീക്ക് പുരാണത്തിലെ ദേവൻ്റെയും. എന്നാൽ സൗരയൂഥത്തിലെ 8ാമത്തേതും അവസാനത്തേതുമായ ഈ ഗ്രഹത്തിന് റോമൻ പുരാണത്തിലെ സമുദ്രത്തിൻ്റെ ദേവനായ നെപ്റ്റ്യൂണിൻ്റെ പേരാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ നൽകിയിരിക്കുന്നത്. വാതക ഭീമന്മാരായ ഗ്രഹങ്ങളിലെല്ലാം അതിശക്തിയായി കാറ്റ് വീശിയടിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയേറിയ കാറ്റ് വീശുന്നത് നെപ്റ്റ്യൂണിലാണ്. 2160 km/h വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശിയടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏകദേശം ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗത. ആ കാറ്റിൻ്റെ വേഗത എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല, അല്ലേ? വോയേജർ 2 പേടകം നെപ്റ്റ്യൂണിൻ്റെ 4950 കിലോമീറ്റർ അടുത്തുകൂടെ പറന്നുപോയ സമയത്ത് നെപ്റ്റ്യൂണിൽ വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന 2 വലിയ ചുഴലിക്കാറ്റുകൾ ചിത്രീകരിച്ചു. നെപ്റ്റ്യൂണിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ചുഴലിക്കാറ്റുകളുടെ ദൃശ്യമാണ്. ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റിന് നമ്മുടെ ഭൂമിയേക്കാളും വലിപ്പമുണ്ട്. ദ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്നാണ് ഈ ചുഴലിക്കാറ്റിന് നൽകിയിരിക്കുന്ന പേര്. അതിൻ്റെ തൊട്ട് താഴെയായി ദ സ്മോൾ ഡാർക്ക് സ്പോട്ട് എന്ന പേരിൽ മറ്റൊരു ചെറിയ ചുഴലിക്കാറ്റിനെയും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെപ്റ്റ്യൂണിൻ്റെ സ്ട്രക്ചർ നോക്കാം. നെപ്റ്റ്യൂണിൻ്റെ സ്ട്രക്ചർ ഏകദേശം യുറാനസിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെയാണ്. നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ടുള്ളത് ഹൈഡ്രജനാണ്. അന്തരീക്ഷത്തിൻ്റെ 80% ഹൈഡ്രജനാണ്.
മിച്ചമുള്ളതിൽ 19% ഹീലിയവും 1% മീഥെയ്ൻ ഗ്യാസുമാണുള്ളത്. നെപ്റ്റ്യൂണിൻ്റെ അതിമനോഹരമായ ഈ നീലനിറത്തിന് കാരണം അതിൻ്റെ അന്തരീക്ഷത്തിലുള്ള ഈ മീഥെയ്നാണ്. മീഥെയ്ൻ സൂര്യപ്രകാശത്തിൻ്റെ നീലനിറത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് നെപ്റ്റ്യൂണിനെ നമുക്ക് നീലനിറത്തിൽ കാണാൻ സാധിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഇവയെ കൂടാതെ ജലവും അമോണിയയും ക്രിസ്റ്റൽ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ദ്രാവക രൂപത്തിലുള്ള ഗ്രഹത്തിൻ്റെ മാൻഡലിലാണ്. കോറിന് ചുറ്റുമായി ദ്രാവക രൂപത്തിൽ നിറഞ്ഞു കിടക്കുന്ന മാൻഡിൽ ഭാഗത്ത് ജലവും അമോണിയയും മീഥെയ്നുമാണുള്ളത്. മാൻഡിലിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മാൻഡിലും കോറുമായി കൂടിച്ചേരുന്ന ഭാഗം എത്തിക്കഴിയുമ്പോൾ അവിടെ അതിശക്തമായ മർദ്ദം അനുഭവപ്പെടും. ഈ സമ്മർദ്ദം ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ 70 ലക്ഷം മടങ്ങ് വരും. അടുത്തത് നെപ്റ്റ്യൂണിൻ്റെ കോർ ഭാഗമാണ്. നെപ്റ്റ്യൂണിൻ്റെ കോറ് സിലിക്കേറ്റ് നിറഞ്ഞു കിടക്കുന്ന പാറക്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. ഈ കോറിന് ഭൂമിയുടെ അത്രത്തോളം തന്നെ വലിപ്പമുണ്ട്. ഭൂമിയേക്കാളും 1.5 മടങ്ങ് മാസുമുണ്ട്. കോറിൻ്റെ താപനില 7000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മുടെ സൂര്യൻ്റെ ഉപരിതല താപനിലയേക്കാൾ ഒരുപാട് കൂടുതൽ. നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷത്തിൽ മീഥെയ്ൻ്റെയും അമോണിയയുടെയും ക്രിസ്റ്റലുകളുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിശക്തിയേറിയ സമ്മർദ്ദം മൂലം മീഥെയ്നും അമോണിയയും ക്രിസ്റ്റലുകൾ തമ്മിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുകയും അതിൻ്റെ ഫലമായി കാർബൺ വേർതിരിയുകയും ചെയ്യും. കാർബണിന് കട്ടി കൂടുതലായതിനാൽ കാർബൺ അന്തരീക്ഷത്തിൽ നിന്നും നെപ്റ്റ്യൂണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ മാൻഡലും കോറുമായി കൂടിച്ചേരുന്ന ഭാഗത്തെത്തി കഴിയുമ്പോഴേക്കും അതിശക്തിയേറിയ സമ്മർദ്ദം മൂലം ഈ കാർബണെല്ലാം ഞെരിഞ്ഞമർന്ന് അത് വജ്രമായി രൂപം പ്രാപിക്കും. ആ വജ്രം മുഴുവൻ അവിടെ മഴയായി പെയ്യും. നെപ്റ്റ്യൂണിൻ്റെ കോറിന് ചുറ്റിലും ധാരാളം വജ്രങ്ങൾ ഒഴുകിക്കിടക്കുന്ന വലിയ സമുദ്രം തന്നെയുണ്ട്. സൗരയൂഥത്തിലെ മറ്റു പല ഗ്രഹങ്ങളിലേക്കും അയച്ചിട്ടുള്ളതുപോലെ നെപ്റ്റ്യൂണിലേക്ക് മാത്രമായി നാളിതുവരെ നമ്മൾ ഒരു പേടകത്തെയും അയച്ചിട്ടില്ല. ബഹിരാകാശത്തിന് പുറത്തേക്ക് അയക്കപ്പെട്ട വോയേജർ 2 ആണ് നീണ്ട 13 വർഷക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ നെപ്റ്റ്യൂണിനെ സമീപിച്ചിട്ടുള്ള ഏക മനുഷ്യനിർമ്മിത പേടകം. ശനിയിലും യുറാനസിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് പോലുള്ള വലയങ്ങൾ നെപ്റ്റ്യൂണിലും കാണുവാൻ സാധിക്കും. മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ നേർത്ത വലയങ്ങളാണ് നെപ്റ്റ്യൂണിന് ചുറ്റിലുമുള്ളത്. നെപ്റ്റ്യൂണിന് ചുറ്റിലുമായി 5 വലയങ്ങളെ നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ കനം കുറഞ്ഞതും വലിപ്പം കുറഞ്ഞതുമായ ഐസ് കട്ടകളും പാറക്കല്ലുകളും നിറഞ്ഞതാണ് ഈ വലയങ്ങളെല്ലാം. ഇന്ന് നമുക്ക് നെപ്റ്റ്യൂണിന് ചുറ്റിലും കാണാൻ സാധിക്കുന്ന ഈ 5 വലയങ്ങളിലുള്ള പൊടിപടലങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങളായിരുന്നു. നെപ്റ്റ്യൂണിൻ്റെ റോഷ് ലിമിറ്റിലെത്തിയ അവ തകർന്ന് പൊടിപടലങ്ങളായി മാറിയാണ് ഇന്ന് വലയങ്ങളെ പോലെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വലയങ്ങളെ അതിശക്തിയേറിയ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. കാരണം അത്രത്തോളം മങ്ങിയവയാണ് ഇവ. വെറും 35 കിലോമീറ്റർ മുതൽ 4000 കിലോമീറ്ററുകൾ വരെ വീതിയുണ്ട് ഓരോ വലയങ്ങൾക്കും. നമ്മൾ കണ്ട ഈ 5 വലയങ്ങൾ കൂടാതെ നെപ്റ്റ്യൂണിന് ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ ധാരാളം ഉപഗ്രഹങ്ങളുമുണ്ട്. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നെപ്റ്റ്യൂണിൻ്റെ 14 ഉപഗ്രഹങ്ങളെയാണ്. അവയിൽ 1846 വില്യം ലാസർ കണ്ടുപിടിച്ച ട്രൈറ്റോണും 1949 കണ്ടുപിടിച്ച നെരീദും മാത്രമാണ് ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾ. 14 ഉപഗ്രഹങ്ങളിൽ 2700 കിലോമീറ്ററോളം വ്യാസമുള്ള ട്രൈറ്റോൺ ആണ് നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം. നെപ്റ്റ്യൂണിൻ്റെ ഒട്ടുമിക്ക ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂൺ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ ദിശയിൽ തന്നെയാണ് നെപ്റ്റ്യൂണിന് ചുറ്റും വലം വയ്ക്കുന്നത്. എന്നാൽ ട്രൈറ്റോൺ നെപ്റ്റ്യൂണിൻ്റെ എതിർ ദിശയിലാണ് വലം വയ്ക്കുന്നത്. ഇത്തരത്തിലെ സൗരയൂഥത്തിലുള്ള ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റോൺ. ട്രൈറ്റോണിൻ്റെ ഉപരിതലത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ഘനീഭവിച്ച് കിടക്കുന്ന നൈട്രജനും ജലവുമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സൗരയൂഥത്തിലെ വളരെ ചുരുക്കം ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് ട്രൈറ്റോൺ. നെപ്റ്റ്യൂണിൻ്റെ സമീപത്തുകൂടെ പറന്നുപോയ വോയേജർ 2 നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ട്രൈറ്റോണിൻ്റെ ധാരാളം ചിത്രങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രൈറ്റോണിൻ്റെ അന്തരീക്ഷത്തിലുള്ള മേഘങ്ങളെ വരെ കാണുവാൻ സാധിക്കും. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും ചെറിയ ഉപഗ്രഹം വെറും 18 കിലോമീറ്ററുകൾ മാത്രം വ്യാസമുള്ള ഹിപ്പോക്യാമ്പാണ്. നെപ്റ്റ്യൂണിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹം നെപ്റ്റ്യൂണിൽ നിന്നും 7.5 കോടി കിലോമീറ്റർ അകലത്തിലൂടെ വലം വയ്ക്കുന്ന നെസോയാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 440 കോടി കിലോമീറ്ററുകൾക്കും 1500 കോടി കിലോമീറ്ററുകൾക്കും ഇടയിൽ സൗരയൂഥത്തിൻ്റെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന കൈപ്പർ ബെൽറ്റ് എന്ന പ്രദേശത്തിൻ്റെ തുടക്കത്തിലാണ് പ്ലൂട്ടോ നിലനിൽക്കുന്നത്. ഈ മേഖലയിൽ ചെറുതും വലുതുമായ ദശലക്ഷക്കണക്കിന് വരുന്ന ബഹിരാകാശ വസ്തുക്കളുണ്ട്. അതായത് ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, അങ്ങനെ ധാരാളം. ഇവയുടെ വലിപ്പം ഏതാനും ചെറിയ മീറ്ററുകൾ മുതൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വരെ വരും. 450 കോടി വർഷങ്ങൾക്ക് മുമ്പ്
സൗരയൂഥം രൂപം കൊണ്ട സമയത്ത് സൂര്യനും ഗ്രഹങ്ങളും രൂപം മാറിയ ശേഷം അവശേഷിച്ച ബഹിരാകാശ വസ്തുക്കളാണ് ഈ കൈപ്പർ ബെൽറ്റിൽ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ അകലത്തിൻ്റെ 25 മടങ്ങ് ദൂരത്തിലാണ് കൈപ്പർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. കൈപ്പർ ബെൽറ്റ് തുടങ്ങുന്ന ഭാഗത്ത് സൂര്യനിൽ നിന്നും ഏകദേശം 600 കോടി കിലോമീറ്റർ അകലത്തിലാണ് പ്ലൂട്ടോ നിലനിൽക്കുന്നത്. 2376 കിലോമീറ്ററുകളാണ് പ്ലൂട്ടോയുടെ വ്യാസം. അതായത് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനേക്കാളും 1000 കിലോമീറ്ററോളം വലിപ്പം കുറവ്. ഇത്രത്തോളം വലിപ്പമുള്ള ഈ പ്ലൂട്ടോ തൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങിത്തീരുന്നതിന് ഭൂമിയിലെ 6.5 ദിവസങ്ങൾ എടുക്കും. 600 കോടി കിലോമീറ്റർ അകലത്തിലൂടെ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നതിന് പ്ലൂട്ടോയ്ക്ക് വേണ്ടി വരുന്നത് ഭൂമിയിലെ 248 വർഷങ്ങളാണ്. സൂര്യനിൽ നിന്നും ഇത്രത്തോളം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും വളരെ വലിപ്പം കുറവായ ഗ്രഹമായതുകൊണ്ടും തന്നെ മറ്റ് ഗ്രഹങ്ങളെ കണ്ടെത്തിയ സമയത്തൊന്നും പ്ലൂട്ടോയെ കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. 1930 ഫെബ്രുവരി മാസം 18-ാം തീയതി അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ക്ലൈഡ് ടോംബാർക്കാണ് സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായി പ്ലൂട്ടോയെ കണ്ടെത്തിയത്. ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നുമാണ് ഗ്രഹത്തിന് പേര് ലഭിച്ചത്. ഭൂമിയുടെ കീഴിലുള്ള ലോകത്തിൻ്റെ ഗ്രീക്ക് ദേവനായ പ്ലൂട്ടോയിൽ നിന്നും. അന്നു മുതൽ നീണ്ട 76 വർഷക്കാലത്തോളം പ്ലൂട്ടോയായിരുന്നു സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. എന്നാൽ നമ്മുടെ ചന്ദ്രനേക്കാളും വലിപ്പം കുറവായ ഈ പ്ലൂട്ടോയ്ക്ക് 2006 ഗ്രഹം എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. 2006 ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനാണ് പ്ലൂട്ടോയെ ഗ്രഹം എന്ന പദവിയിൽ നിന്നും മാറ്റി കുള്ളൻ ഗ്രഹം അഥവാ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് തരം താഴ്ത്തിയത്. ഒരു ബഹിരാകാശ വസ്തുവിനെ ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ അതിന് 3 പ്രധാന ക്രൈറ്റീരിയകളുണ്ട്. ആ ബഹിരാകാശ വസ്തു അതിൻ്റെ നക്ഷത്രത്തെ വലം വയ്ക്കുന്നതായിരിക്കണം. സ്പെരിക്കൽ ഷേപ്പോട് കൂടിയ മാസുള്ള വസ്തുവായിരിക്കണം. പ്ലൂട്ടോ തൻ്റെ നക്ഷത്രമായ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാസുള്ള സ്പെരിക്കൽ ഷേപ്പായ ബഹിരാകാശ വസ്തുവുമാണ്. പക്ഷേ ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ മൂന്നാമതൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. ഗ്രഹമായി പരിഗണിക്കേണ്ട വസ്തു തൻ്റെ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന പാതയിൽ മറ്റൊരു വസ്തുക്കളും നക്ഷത്രത്തെ വലം വയ്ക്കാൻ പാടില്ല. എന്നാൽ പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തിൽ പ്ലൂട്ടോയെപ്പോലെ തന്നെ വേറെ ധാരാളം വസ്തുക്കൾ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. ഈ ഒരു കാരണം കണ്ടെത്തിയത് പ്ലൂട്ടോയെ കണ്ടുപിടിച്ച ശേഷം 76 വർഷങ്ങൾ കഴിഞ്ഞ് 2006 ആയപ്പോഴാണ്. സൂര്യനിൽ നിന്നും 600 കോടി കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്ലൂട്ടോയെ വളരെ വ്യക്തമായി കാണുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ പ്ലൂട്ടോയെ പല തവണ നിരീക്ഷിച്ചു എങ്കിലും വളരെ മങ്ങിയ രൂപം മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. 2006 ജനുവരി മാസം 19-ാം തീയതി നാസ അറ്റ്ലസ് 5 എന്ന റോക്കറ്റിൽ ന്യൂ ഹൊറൈസൺ എന്ന പേടകം പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി വിക്ഷേപിച്ചു. അമിത വേഗതയിൽ സൗരയൂഥത്തിലൂടെ സഞ്ചരിച്ച പേടകം വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ബലവും ഉപയോഗിച്ച് നീണ്ട 9.5 വർഷങ്ങൾ കൊണ്ട് 2015 ജൂലൈ മാസം 14-ാം തീയതി പ്ലൂട്ടോയുടെ സമീപത്തെത്തി എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോയിൽ നിന്നും വെറും 12,500 കിലോമീറ്റർ അടുത്ത്. അപ്പോഴാണ് ആദ്യമായി പ്ലൂട്ടോയുടെ മനം മയക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. ന്യൂ ഹൊറൈസൺ പേടകം ചിത്രം പകർത്തി ഭൂമിയിലേക്ക് അയച്ച ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് നമുക്ക് കിട്ടിയത് എങ്കിലും അതിലൂടെ നമ്മൾ കണ്ടത് അത്ഭുതങ്ങളായിരുന്നു. പഞ്ഞിക്കെട്ട് പോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന വലിയ മലനിരകൾ, താഴ്വരകൾ, മഞ്ഞുപാളികൾ, ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന അതിമനോഹരമായ അന്തരീക്ഷം, അങ്ങനെ ധാരാളം കാഴ്ചകൾ. ഹൃദയമുള്ള ഒരു കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ എന്നാണ് നാസ പിന്നീട് ലോകത്തോട് പറഞ്ഞത്. കാരണം ന്യൂ ഹൊറൈസൺ പകർത്തിയ പ്ലൂട്ടോയുടെ ചിത്രങ്ങളിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു വലിയ രൂപം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ അത്രയും വലിപ്പമുള്ള ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേര് സ്പുട്നിക് പ്രനീഷ്യ എന്നാണ്. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹങ്ങളിലും ഇത്രത്തോളം മനോഹരമായ പ്രദേശം നമുക്ക് കാണുവാൻ സാധിക്കുകയേയില്ല. മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ വലിയ പ്രദേശത്ത് ഒരു ചെറിയ ഉൽക്ക വന്ന് വീണതിൻ്റെ പാടുപോലുമില്ല. ഈ പ്രദേശത്ത് നമുക്ക് ധാരാളം മഞ്ഞുപാളികൾ കാണാൻ സാധിക്കും. അവയ്ക്കെല്ലാം ഇടയിൽ വലിയ അറകളുമുണ്ട്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് പ്ലൂട്ടോയിൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ള പ്രദേശമാണിത്. ഈ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഈ വലിയ പ്രദേശത്തിന് ചുറ്റിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഞ്ഞു മൂടിക്കിടക്കുന്ന തണുത്തുറഞ്ഞ വലിയ മഞ്ഞുമലകളാണ്. പ്ലൂട്ടോയുടെ തണുപ്പിൽ ജലം തണുത്തുറഞ്ഞാണ് ഇത്രയും ഉയരം കൂടിയ മലകളുണ്ടായത് എന്നാണ് പറയുന്നത്. കിലോമീറ്ററുകളോളം ഉയരമുള്ള ഈ മഞ്ഞുമലകളിൽ പലതും ഭൂമിയിലെ അഗ്നിപർവ്വതങ്ങളെ പോലെ
ഐസ് കട്ടകൾ തുപ്പുന്ന വിചിത്ര പർവ്വതങ്ങളാണ്. ക്രയോ വോൾക്കാനകൾ അഥവാ ഐസ് വോൾക്കാനകൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇവയിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതമാണ് റൈറ്റ് മോൺസ്. ന്യൂ ഹൊറൈസോൺ വീണ്ടും അല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റു ചില ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിച്ചു. സൂര്യൻ്റെ എതിർദിശയിലുള്ള പ്ലൂട്ടോയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതുകൂടാതെ നീലനിറത്തിലെ അതിമനോഹരമായ പ്ലൂട്ടോയുടെ അന്തരീക്ഷവും കാണാം. പ്ലൂട്ടോയ്ക്ക് ഇത്ര മനോഹരമായൊരു അന്തരീക്ഷമുണ്ട് എന്ന് അന്ന് വരെ നമുക്ക് ഒരറിവുമുണ്ടായിരുന്നില്ല. ന്യൂ ഹൊറൈസോണാണ് ആദ്യമായി വളരെ കനം കുറഞ്ഞ ഈ അന്തരീക്ഷം നമുക്ക് കാണിച്ചു തന്നത്. പ്ലൂട്ടോയുടെ നീലാകാശം ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും തികച്ചും വ്യത്യസ്തമാണ്. ഭൂമിയിലെ അന്തരീക്ഷത്തിനുള്ള പാളികളെക്കാളും കൂടുതൽ പാളികൾ പ്ലൂട്ടോയ്ക്കുണ്ട്. അന്തരീക്ഷത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് നൈട്രജനും മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഉപരിതലത്തിൽ നിന്നും ഒരുപാട് ഉയരത്തിലായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഇവയെല്ലാം നീരാവിയായിട്ടാണ് നിലനിൽക്കുന്നത്. അന്തരീക്ഷ സമ്മർദ്ദം പ്ലൂട്ടോയിൽ വളരെ കുറവാണ്. ഭൂമിയുടെ അന്തരീക്ഷ സമ്മർദ്ദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയിലെ അന്തരീക്ഷ സമ്മർദ്ദത്തിൻ്റെ 1,00,000-ൽ 1 മാത്രമേ പ്ലൂട്ടോയ്ക്കുള്ളൂ. അതിനുള്ള പ്രധാന കാരണം പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ വളരെ കുറഞ്ഞ താപനിലയാണ്. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുമെല്ലാം വളരെ വിചിത്രമാണ് പ്ലൂട്ടോയുടെ ഉപരിതലം. ഉപരിതലത്തിൻ്റെ ശരാശരി താപനില -229 ഡിഗ്രി സെൽഷ്യസ് ആണ്. മാത്രമല്ല, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നൈട്രജൻ എന്ന വാതകമാണ് പ്ലൂട്ടോയിൽ ഖരാവസ്ഥയിൽ ഉരുകിയ മഞ്ഞ് പോലെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി ഉള്ളത്. കൂടാതെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വലിയ പർവ്വതങ്ങളിലും മലനിരകളിലും നിറഞ്ഞു നിൽക്കുന്നത് മീഥൈനാണ്. നമ്മുടെ ഭൂമിയിൽ മീഥൈൻ വാതകാവസ്ഥയിലാണുള്ളത് എന്ന് നമുക്കറിയാം. ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്ന ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ ഈ മീഥൈൻ ദ്രാവക രൂപത്തിലാണുള്ളത്. ശനിയിൽ നിന്നും വീണ്ടും ഒരുപാട് ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്ലൂട്ടോയിൽ ഈ മീഥൈൻ ഖരരൂപത്തിലും. സൗരയൂഥത്തിലുള്ള ഓരോ ഗ്രഹങ്ങളും പരസ്പരം എത്രമാത്രം വ്യത്യസ്തങ്ങളാണല്ലേ. ഒരു കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയ്ക്ക് ചുറ്റിലും പ്ലൂട്ടോയെക്കാളും വലിപ്പം കുറഞ്ഞ ധാരാളം ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയതും ന്യൂ ഹൊറൈസോൺ പേടകമാണ്. ഷാരോൺ, നിക്സ്, ഹൈഡ്ര, കെർബ്രോസ്, സ്റ്റിക്സ് എന്നീ 5 ഉപഗ്രഹങ്ങളാണ് പ്ലൂട്ടോയ്ക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഷാരോണിന് പ്ലൂട്ടോയുടെ പകുതിയോളം വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാരോൺ പ്ലൂട്ടോയെ വലം വയ്ക്കുകയാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. ഈ 2 ഗോളങ്ങൾക്കും ഇടയിലുള്ള ഒരു കോമൺ പോയിന്റിനെ അഥവാ ബാരി സെൻറ്ററിനെയാണ് ഇവ രണ്ടും വലം വയ്ക്കുന്നത്. പ്ലൂട്ടോയുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ വലിപ്പം കൂടുതലായ ഈ ഇരുണ്ട ഉപഗ്രഹം പ്ലൂട്ടോയുമായി ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാരോണുമായി ടൈഡലി ലോക്ക്ഡാണ് പ്ലൂട്ടോയും. അതായത് പ്ലൂട്ടോയിൽ നിന്ന് നോക്കുമ്പോൾ ഷാരോണിൻ്റെ ഒരു വശം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. അതുപോലെ ഷാരോണിൽ നിന്ന് നോക്കുമ്പോൾ പ്ലൂട്ടോയുടെയും ഒരു വശം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹവും തൻ്റെ ഉപഗ്രഹവുമായി ഇതുപോലെ ടൈഡലി ലോക്ക്ഡ് അല്ല എന്നതാണ് ഇതിനെ വളരെ വ്യത്യസ്തമാക്കുന്നത്. മറ്റ് 4 ഉപഗ്രഹങ്ങളും ഷാരോണുമായി താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കാത്ത അത്രത്തോളം ചെറുതാണ്. അവയ്ക്കൊന്നിനും കൃത്യമായൊരു ആകൃതി പോലുമില്ല. പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ ഇതിനോടകം നമ്മൾ ധാരാളം മഞ്ഞ് മൂടിക്കിടക്കുന്ന വലിയ മലനിരകളും താഴ്വരകളും മഞ്ഞുപാളികളും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവയ്ക്കെല്ലാം ഇടയിൽ വലിയൊരു തടാകവുമുണ്ട്. അവിടെയുണ്ടായിരുന്ന ദ്രാവകം മുഴുവൻ ഇന്ന് ഖരാവസ്ഥയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ തടാകത്തിൽ മുഴുവൻ നൈട്രജനാണ് ഇന്ന് കട്ടപിടിച്ച് കിടക്കുന്നത്. ഒരു കാലത്ത്, അതായത് പ്ലൂട്ടോയിൽ ധാരാളമായി പ്രഷർ ഉണ്ടായിരുന്ന കാലത്ത്, ഈ നൈട്രജൻ മുഴുവൻ ദ്രാവകമായി സ്ഥിതി ചെയ്തിരുന്നിരിക്കണം. അങ്ങനെ ഒരവസ്ഥ പ്ലൂട്ടോയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ തടാകത്തിൻ്റെ അവശിഷ്ടം. നമ്മുടെ സൗരയൂഥത്തിലെ സൂര്യൻ അടക്കം സൂര്യനെ അവലംബിക്കുന്ന 8 ഗ്രഹങ്ങളെയും പ്ലൂട്ടോ എന്ന ഈ കുള്ളൻ ഗ്രഹത്തെയും കുറിച്ചുള്ള വളരെ വിശദമായ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.